السلام عليكم ورحمة الله وبركاته. حسنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. حسنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. حسنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. الحمد لله، الحمد لله الذي هدانا لهذا، وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى، وينهى عن الفحشاء والمنكر، ولذكر الله أكبر، والله يعلم ما تصنعون. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. أنت الذي لولاك ما خلق امرؤ، كلا ولا خلق الورى لولاك. أنا طامع في الجود منك ولم يكن لأبي حنيفة في الأنام سواك. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മഹത്തായ ഈ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനം നിറഞ്ഞ അബ്ദുള്ള മാസ്റ്റർ അവറുകളെ, അതുപോലെ മഹത്തായ ഈ ഒരു വിജ്ഞാന വിരുന്നിലേക്ക് എന്നെ ക്ഷണിക്കുകയും ഇതിന്റെ മഹിതമായ നടത്തിപ്പിന് നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ യമാനി ഉസ്താദ് അവറുകളെ, അതുപോലെ മഹത്തായ
ഈ വേദിയുടെ നല്ലതായ പ്രവർത്തനങ്ങളിൽ ഒരംഗമായി പ്രവർത്തന നിരതനായി ഈ കോരിച്ചൊരിയുന്ന മഴയുടെ ഒരല്പഭാഗം സ്വയം ഏറ്റുവാങ്ങി ഈ മഹത്തായ വേദിയിൽ ഇന്ന് അധ്യക്ഷനായിരിക്കേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട CH മൂസ ഹാജി അവറുകളെ, അതുപോലെ മഹത്തായ ഈ വിജ്ഞാനത്തിന്റെ വിരുന്നിൽ സംഗമിച്ചിരിക്കുന്ന എനിക്കേറെ പ്രിയം നിറഞ്ഞ യുവ സഹോദരങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, കാരണവന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിലേറെ സന്തോഷത്തിലായി അവന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുറക്കെ ആമീൻ പറയൂ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞറിയിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം, ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർക്കാണ് കുറച്ചെങ്കിലും അതിലൊരു സമാശ്വാസമുള്ളത്. മറ്റു ജില്ലയിലൊക്കെ വളരെ വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പനി എന്ന അസുഖം കൊണ്ട് എണീറ്റ് നടക്കാനോ എവിടെയെങ്കിലും പോയി ചികിത്സിക്കാനോ ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ ഒരു മൂലയിൽ പോയി കിടക്കാൻ ഒരു ബെഡോ അല്ലെങ്കിൽ ഒരു സൈഡിൽ ഒരു ഷീറ്റോ കിട്ടാതെ വളരെ പ്രയാസപ്പെട്ട് അവനവന്റെ വീടുകളുടെ മൂലകൾക്കുള്ളിൽ ചുരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, അതുതന്നെ ഓരോ ദിവസവും 19ഉം 20ഉം 23ഉം മരണങ്ങളുടെ വാർത്തകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു അപകട മരണങ്ങൾ നമുക്ക് തരാതിരിക്കട്ടെ. അല്ലാഹു അത്തരം രോഗങ്ങളെ കൊണ്ട് നമ്മളെയും നമ്മളെ നാടിനെയും മുഅ്മിനീങ്ങളെയും അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. ഞാന് 2 ദിവസമായി ഞാൻ പേരാമ്പ്രയില് റമദാന് മുഴുവനായിട്ട് ഞാൻ ഉത്തരവാദിത്വമുള്ളയാളാണ്. 2 ദിവസമായി ഞാൻ വീട്ടിലാണ്. യമാൻ ഇന്നലെ വൈകുന്നേരത്ത് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരാളെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പകരം ഞാൻ പറഞ്ഞു വിടാം. ഞാൻ പനിച്ചിട്ട് ബെഡിൽ നിന്ന് എണീറ്റിട്ടില്ല. അപ്പോഴാണ് വിളിക്കുന്നത്. അപ്പൊ പറഞ്ഞു, നമ്മുടെ നഗരി ശംസുലുലമയുടെ പേരുള്ള നഗരിയാണ്. ശംസുലുലമയുടെ പേരിൽ ഒരു 7 ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് പരിപാടി അങ്ങോട്ട് തുടങ്ങിയ ഒക്കെ റാഹത്താവും. ആ ഒരു വാക്ക് കേട്ടുകൊണ്ട് രാവിലെ എണീറ്റ് 135 കിലോമീറ്റർ ഓടി ഇതാ നിങ്ങളുടെ മുമ്പിൽ എത്തി നിൽക്കുക. ഇനി എന്ത് ഞാൻ പറയുന്നോ, എന്ത് ഞാൻ സംസാരിക്കുന്നോ, ബിമഹദി ഫളില്ല, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടൊന്ന് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനും കേൾക്കാനും ജീവിതത്തിൽ എടുക്കാനും ഒക്കെ സർവരക്ഷിതാവായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രോഗങ്ങളെയൊക്കെ ശിഫയാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു ഈമാൻ സലാമത്തായി ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ആമുഖം പറയാനുള്ള ഒരു സമയം ഞാൻ ഇതിന് ചെലവഴിക്കുന്നില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, ഞാൻ ഈ വേദിയിലേക്ക് ആദ്യം വന്നവരിൽ ഒരാൾ ഞാനാണ്, അല്ലെ? ഒരുപാട് സഹോദരിമാർ വന്നെത്തിയിട്ടുണ്ട് എന്നതിലപ്പുറം പുരുഷന്മാരെത്തിച്ചേർന്നതിൽ ആദ്യത്തെ ഒരാൾ എന്ന വിഹിതം എനിക്ക് കൂടി അർഹതയുള്ളതാണ്. അപ്പൊ ഞാൻ കണ്ടൊരു കാഴ്ച, നമ്മുടെ ബഹുമാനപ്പെട്ട ഇതിന്റെ വളണ്ടിയർമാർ വളരെ സജീവമായി അവരാ കാര്യങ്ങൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നതും ആ മഴ വരുന്നതിന്റെ മുമ്പ് അവരതിനു വേണ്ടിയുള്ള ഒരുപാട് തത്രപ്പാടുകളിലായിരുന്നു. അല്ലാഹു അവരുടെ കഠിനമായ ഈ ശ്രമങ്ങൾ ഇഖ്ലാസോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഭയപ്പെടേണ്ടുന്ന മുന്നറിയിപ്പുകൾ എന്ന വിഷയത്തെ ആണ് ഇന്ന് ഞാൻ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്.
ഭയപ്പെടേണ്ടുന്ന മുന്നറിയിപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് പറഞ്ഞു പോകുന്നത് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങളെ പേടിച്ചിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ ചില കാര്യങ്ങൾ വന്നു ചേരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഭീതിയോടുകൂടെ കണ്ടെത്തിയ ചില കാര്യങ്ങളാണ്. ദീർഘമായ അവിടുത്തെ ദൃഷ്ടിയോടുകൂടെ ഈ ഉമ്മത്തിൽ വരാനുള്ള പല കാര്യങ്ങളെ കുറിച്ച് അവിടുന്ന് പ്രവചിക്കുകയുണ്ടായി. അതിൽ ഞാൻ ഏറെ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിനോട് റസൂലുള്ള എടുത്തു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു അത് പറയാനും കേൾക്കാനൊക്കെ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വിഷയം തുടങ്ങുന്നത് മദീന പള്ളിയിൽ നിന്ന് തന്നെയാണ്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സാധാരണ പോലെ മദീന പള്ളിയിലെ സുബ്ഹി നിസ്കാരത്തിന് ഒരിക്കൽ മദീന പള്ളിയിൽ വന്ന് നിൽക്കുക. മഹാനായ അംർ ഇബ്നു ഔഫുൽ അൻസാരി ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഒരു ദിവസം സുബ്ഹി നിസ്കാരത്തിന് സാധാരണ പോലെ അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ വന്നു നിൽക്കുമ്പോൾ സാധാരണക്ക് വിപരീതമായി അന്ന് മദീന പള്ളിയിൽ വല്ലാത്ത ജനസഞ്ചയം. അന്ന് സ്വഹാബികളിലെ അൻസ്വാരികളിൽ സാധാരണ മദീന പള്ളിയിൽ വന്ന് നിസ്കരിക്കാത്ത പലരും അന്ന് നിസ്കരിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. സാധാരണ മദീന പള്ളിയിൽ നിസ്കാരത്തിന് കാണാത്ത പലരെയും അന്ന് മദീന പള്ളിയിൽ കാണുന്നുണ്ട്. പതിവിന് വിപരീതമായി എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ മദീനത്തെ പള്ളിയിൽ സംഗമിച്ചത് എന്ന് അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്തൊരത്ഭുതം തോന്നുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞപ്പോൾ മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അൻസ്വാരികളായ ആളുകളോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇന്ന് സാധാരണ നാട്ടിലെ നമസ്കാര പള്ളികളിൽ നിസ്കരിക്കുന്ന ആളുകളടക്കി എല്ലാ ആളുകളും ഇന്ന് മദീന പള്ളിയിൽ വന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും എന്തുകൊണ്ടാണ് ഇന്ന് നിസ്കരിക്കാൻ ഇങ്ങോട്ട് വന്നെത്തിച്ചേർന്നതെന്ത്? അതിന്റെ പ്രധാനമായ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്. സ്വഹാബാ കിറാം മദീന പള്ളിയിൽ അന്ന് നിറഞ്ഞു കവിഞ്ഞ സ്വഹാബാ കിറാമിന്റെ കൂട്ടത്തിൽ നിന്ന് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ ബഹ്റൈനിലേക്ക് നിയോഗിച്ചതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹ്റൈൻ എന്ന പ്രദേശത്തു നിന്ന് ഇസ്ലാമിന് ലഭ്യമാകാവുന്ന സാമ്പത്തികമായ സ്രോതസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മദീന പള്ളിയിൽ കൊണ്ടെത്തിക്കുകയായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യമെന്നാണ്. അങ്ങനെ ബഹ്റൈനിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആസ്ഥാന കേന്ദ്രമായ മദീനയിലേക്ക് ബഹ്റൈനിൽ നിന്നുള്ള സ്വത്ത് മുഴുവൻ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മദീനയിലെത്തിക്കുകയാണ്. മദീനയിലെത്തിച്ചുകൊണ്ട് ആ എത്തിച്ച വാർത്ത അറിഞ്ഞപ്പോഴാണ് സ്വഹാബികളെല്ലാം അന്ന് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സുബ്ഹി നിസ്കാരത്തിന് വന്ന സ്വഹാബികളോട് നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളെല്ലാം ഇന്ന് പള്ളിയിൽ വന്നത് അബൂ ഉബൈദ ബഹ്റൈനിൽ നിന്ന് വന്ന വിവരം അറിഞ്ഞിട്ടാണോ? സ്വഹാബികൾ പറഞ്ഞു, അൻസ്വാരികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അബൂ ഉബൈദ ബഹ്റൈനിൽ നിന്ന് വന്ന വിവരം ഇന്നലെ രാത്രി ഞങ്ങൾക്ക് കിട്ടി. അബൂ ഉബൈദ ബഹ്റൈനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് സ്വത്തുക്കൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മദീനയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളെ വിളിക്കും. എന്നിട്ട് ഓരോരുത്തർക്ക് അത് വിതരണം ചെയ്യും.
അത് വിതരണം ചെയ്ത് കഴിയുന്നതിന്റെ മുമ്പ് അതിലൊരു വിഹിതം എനിക്ക് കിട്ടണം എന്നതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലെ പള്ളികളിൽ പോലും നിസ്കരിക്കാൻ നിൽക്കാതെ, ഞങ്ങളുടെ ഗോത്രങ്ങളിലെ പള്ളികളിൽ നിസ്കരിക്കാൻ നിൽക്കാതെ ഞങ്ങളെല്ലാവരും മദീന പള്ളിയിൽ വന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഇത്രയേറെ കഷ്ടപ്പാടുള്ളത് കൊണ്ടാണ് ഒരൽപ്പം പൈസ അല്ലെങ്കിൽ ഒരൽപ്പം പണം ബഹ്റൈനിൽ നിന്ന് എന്റെ മദീനത്തെ പള്ളിയിലെത്തിയെന്നറിഞ്ഞപ്പോഴേക്ക് അതിൽ നിന്നൊരു വിഹിതം ലഭിക്കാൻ നിങ്ങളെല്ലാവരും എവിടെ നിന്നൊക്കെയാ ഓടി വന്നിരിക്കുന്നത്. എന്നാ നിങ്ങൾക്കറിയണമോ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫവല്ലാഹി മാ അഖ്ശാ അലൈക്കുമുൽ ഫഖർ, നിങ്ങളുടെ മേൽ എനിക്ക് പേടി നിങ്ങൾ ദരിദ്രം വന്നു പോകുമെന്നല്ല, നിങ്ങൾക്ക് ദാരിദ്ര്യം ബാധിച്ചു പോകുമെന്ന് എനിക്ക് പേടിയില്ല. നിങ്ങളെല്ലാവരും ദരിദ്രന്മാരായി മാറും എന്നതും എനിക്ക് പേടിയല്ല. വലാകിൻ അഖ്ശാ അലൈക്കുമുൽ ഫഖർ, എനിക്ക് പേടി എന്താണെന്നറിയുമോ? നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കുന്നത് വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കുമുദ് ദുനിയാ, നിങ്ങൾക്ക് ഈ ലോകം അല്ലാഹു വിശാലമാക്കി തരുമെന്നാണ് എനിക്ക് പേടി. നിങ്ങൾ ഇന്ന് ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തത് കൊണ്ടാ മദീന പള്ളിയിൽ വന്നത്, എല്ലാവരും അധ്വാനിക്കാനായി കഷ്ടപ്പെടുന്നത് കൊണ്ടാ നിങ്ങളെല്ലാവരും സുബ്ഹി നിസ്കാരത്തിന് നേരത്തെ എണീറ്റ് പള്ളിയിൽ വന്നത്. ഇന്നിപ്പോ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടിയാലായി എന്നതുകൊണ്ട് സുബ്ഹി നിസ്കാരത്തിന് നേരത്തെ എണീറ്റുകൊണ്ട് അവനവന്റെ പള്ളിയിൽ പോലും പങ്കെടുക്കാതെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട്, അന്ന് നിങ്ങൾക്ക് ഭൂമിയിലെ സ്വത്തുക്കളെല്ലാം അല്ലാഹു അങ്ങ് തുറന്നു തരും. അതാണ് എനിക്ക് പേടി. ഇന്നല്ല എനിക്ക് പേടി, ഇന്ന് നിങ്ങൾക്ക് ദാരിദ്ര്യമാണ്, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ എനിക്ക് പേടിയില്ല. അല്ലാഹുവിനെ തന്നെ സത്യം, ഫഖറിനെ എനിക്ക് പേടിയേ ഇല്ല, ദാരിദ്ര്യം എനിക്ക് പേടിയേ ഇല്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കുമുദ് ദുനിയാ, എനിക്ക് പേടി എന്താണെന്നറിയുമോ? അല്ലാഹു ഈ ലോകം നിങ്ങൾക്കങ്ങ് തുറന്നു തരും, ഒരുപാട് സമ്പാദ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കവിഞ്ഞു വരും, ഒരുപാട് സമ്പാദ്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ കുമിഞ്ഞോടും. അല്ലാഹു ഒരുപാട് ലോകങ്ങളുടെ കവാടങ്ങൾ തുറന്നു തരും, സാമ്പത്തികമായ സ്രോതസ്സുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലാഹു തുറന്നു നൽകും, അതിൽ നിങ്ങൾ അഭിവൃദ്ധി പൂണ്ടു നിൽക്കും. അങ്ങനെ സുന്ദരമായ വലിയ വലിയ മനോഹരമായ മണിമാളികകൾ നിങ്ങൾ പടുത്തുയർത്തും, രമ്യഹർമ്മങ്ങൾ നിങ്ങൾ നിർമ്മിക്കും, വലിയ വലിയ വീടുകൾ നിങ്ങൾക്കുണ്ടാകും. ഇന്ന് നിങ്ങൾക്കൊരാൾക്കൊരു സെന്റ് ഭൂമി പോലും മദീനയിലില്ല, പ്രത്യേകമായി വീടിന്റെ അളവ് നിങ്ങൾ മതിൽ കെട്ടി നിർണയിച്ചിട്ടില്ല, ഇതാണ് എന്റെ അതിര് എന്ന് നിങ്ങൾ കെട്ടിയിട്ടില്ല. എന്നാൽ നിങ്ങൾ മതിൽ വെക്കുന്ന ഒരു ദിവസം വരും, ഇന്ന് നിങ്ങൾക്ക് ശരിക്ക് വീടിന്റെ മേൽക്കൂര പോലും കെട്ടാൻ പറ്റിയിട്ടില്ല, എന്നാൽ 2-3 നിലകളുള്ള വീട് കെട്ടുന്ന കാലം വരും. എന്നാൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്ത കാലമല്ല എനിക്ക് പേടിയുള്ളത്. വലാകിൻ അഖ്ശാ അലൈക്കും, എനിക്ക് പേടിയുള്ളത് എന്താണെന്നറിയുമോ? അൻ തുബ്സത അലൈക്കുമുദ് ദുനിയാ, ഈ ദുനിയാവ് അല്ലാഹു നിങ്ങൾക്കങ്ങ് തുറന്നു തരുമ്പോ ഫതനാഫസുഹാ കമാ തനാഫസുഹാ, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഈ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി അങ്ങ് മത്സരിക്കാൻ തുടങ്ങും, പരസ്പരം അടിപിടിയോടി തുടങ്ങും, അയൽവാസികൾ തമ്മിൽ തർക്കം തുടങ്ങും, മഹല്ലത്തുകാർ തമ്മിൽ തെറ്റിത്തുടങ്ങും, അല്ലേ കുടുംബത്തറവാട്ടുകാർ തമ്മിൽ പ്രശ്നമാകും, ഇസ്ലാമിന്റെ പേരിൽ കത്തിക്കുത്തു നടക്കും, പരിശുദ്ധമായ മഹല്ല് ഭരണത്തിന്റെ പേരിൽ പള്ളിക്കുള്ളിൽ ചോര ഒഴുക്കാൻ തുടങ്ങും. എന്തേ കാരണം? തറവാടിന്റെ പേരിലാണ്, പണത്തിന്റെ പേരിലാണ്, ധനാഢ്യത്തിന്റെ പേരിലാണ്. സ്വഹാബാ,
എനിക്ക് പേടി ഫഖറല്ല, പണമാണ് എനിക്ക് പേടി, പൈസയാണ് എനിക്ക് പേടി, സമ്പത്താണ് എനിക്ക് പേടിയെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. വയുഹ്ലികകും കമാ അഹ്ലകതുഹും, മുൻഗാമികളായ ആളുകൾ ഇവിടെ നശിച്ചു പോയത് പണം കൊണ്ടാ, അതുപോലെ നിങ്ങളും നശിച്ചു പോകുമോ, എന്റെ ഉമ്മത്ത് നശിക്കുമോ? അതാണ് എന്റെ പേടിയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. മഹാനായ അംർ ഇബ്നു ഔഫുൽ അൻസാരി റളിയല്ലാഹു അൻഹു, ബദരീങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ബദറിൽ പങ്കെടുത്ത മഹാനുഭാവൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സുബ്ഹാനല്ലാഹ്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ മദീന പള്ളിയിലേക്ക് നേരത്തെ ചൂട്ടും കത്തിച്ചുകൊണ്ട് കയ്യിൽ കിട്ടിയ വിളക്കും പിടിച്ചുകൊണ്ട് അതിരാവിലെ എണീറ്റുകൊണ്ട് പള്ളിയിലേക്ക് വന്നത് അല്ലാഹുവേ, നബി തങ്ങളുടെ ദൂതനായ അബൂ ബൈദ റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തിന്റെ ഒരൽപ ഭാഗമെങ്കിലും വിഹിതിക്കുമ്പോ എനിക്ക് കിട്ടിയാലായല്ലോ എന്ന് കരുതിയിട്ട് ഓടി വന്നതാണ് സ്വഹാബാ കിറാം. അവരെ മുൻനിർത്തിയിട്ടാ പറഞ്ഞത്, ആ സ്വത്ത് വിഹിതിക്കുന്നതിന്റെ മുമ്പാ പറഞ്ഞത്, നിങ്ങൾക്കിന്ന് വലിയ ദാരിദ്ര്യമുണ്ട്, പക്ഷേ സ്വഹാബാ ഈ ദാരിദ്ര്യമാ നിങ്ങൾക്ക് നല്ലത്. പണം വന്നാൽ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കുറഞ്ഞു പോകും. ആണല്ലോ, ഇന്നിപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ പാനൂർ മേഖല SKSF നടത്തുന്ന പരിപാടിയിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. നമ്മുടെ പാനൂരിലെ ടൗണിൽ നിന്ന് അങ്ങ് വടകരയിലേക്കോ അങ്ങ് കുഞ്ഞിപ്പള്ളിയിലേക്കൊന്ന് പോകണമെങ്കിൽ എത്ര മണിക്കൂറുകൾ നടക്കണമായിരുന്നു നമ്മുടെ വല്യപ്പമാർക്ക്. എന്നിട്ടും അവർക്കൊരു വക്ത് നിസ്കാരം ഖളായില്ല. എന്നാൽ അരമണിക്കൂർ കൊണ്ട് ബൈക്ക് എടുത്ത് ഓടിപ്പോകാവുന്ന നമുക്കോ എത്ര വക്ത് നിസ്കാരങ്ങളാ നമുക്ക് ഖളാകുന്നത് അല്ലേ? അവർക്ക് എത്ര നല്ല മജ്ലിസുകൾ നഷ്ടപ്പെട്ടില്ല. അവർക്ക് ദിക്റിനിരിക്കാൻ സമയമുണ്ടായിരുന്നു, അവർക്ക് മയ്യത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ സമയമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അവിടേക്ക് ബൈക്ക് എടുത്തോടി വന്നിട്ട് ഒന്ന് മുഖം കണ്ടിട്ട് എപ്പോഴേ മരിച്ചു എന്ന് നോക്കിയിട്ട് പിന്നെ അവന്റെ പണിക്ക് പോകാനല്ലായിരുന്നല്ലോ അവര് മയ്യത്ത് ജനാസയെ പിന്തുടരാൻ അവർക്ക് സമയമുണ്ടായിരുന്നു, ദുആ ചെയ്യാൻ സമയമുണ്ടായിരുന്നു, ഖബറിന്റെ അടുക്കൽ കൊണ്ടുപോയി നിൽക്കാൻ സമയമുണ്ടായിരുന്നു, അവിടുന്ന് ദുആർക്കാൻ സമയമുണ്ടായിരുന്നു. നമുക്കിതിനൊന്നും സമയം കിട്ടുന്നില്ലല്ലോ. പറയുമ്പോ നമ്മുടെ സൗകര്യം കൂടിയതാണ്, സമ്പത്ത് അധികരിച്ചതാണ്, സമയലാഭം വന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, ലൽ ഫഖറ അഖ്ശാ അലൈക്കും, എനിക്ക് പേടി ദാരിദ്ര്യമേ അല്ല, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കും ദുനിയാ, ഈ ഭൗതിക ലോകം നിങ്ങൾക്ക് അല്ലാഹു തുറന്നു തരലാണ് എനിക്ക് പേടിയെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരിക്കൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞെണീറ്റപ്പോഴാ അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റോടുകയാണ്. പടച്ചവനെ, നബി തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു, എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്? നിസ്കാരം കഴിഞ്ഞല്ലേ ഉള്ളൂ, എങ്ങോട്ടാണ് ഇറങ്ങി ഓടുന്നത്? ആ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, അങ്ങേക്കറിയുമോ എന്റെ ഭാര്യക്കും എനിക്കുമാകെ നിസ്കരിക്കാൻ ഞാൻ ഈ ഉടുത്ത ഒറ്റ തുണിയേ ഉള്ളൂ നബിയേ. ഞാൻ വീട്ടിലേക്ക് ചെന്നിട്ട് എന്റെ അറയിലേക്ക് മാറിയിരുന്നിട്ട് എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഉടുത്ത ഈ തുണി അഴിച്ചു കൊടുത്തിട്ട് വേണം അവൾക്കൊന്ന് മാറുമറച്ച് ശരീരം മറച്ച് സുബ്ഹ് നിസ്കരിക്കാൻ. അവൾക്ക് മറ്റൊരു വസ്ത്രമില്ല. അതുകൊണ്ട് സുബ്ഹ് നിസ്കാരം ഖളാ ആകുന്നതിന്റെ സമയത്തിന്റെ മുമ്പ് വേഗം അങ്ങ് ഓടിച്ചെല്ലാനുള്ള തിരക്കിലാ ഞാൻ. എന്റെ ഭാര്യയുടെ നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. പടച്ചവനെ, ഈ സ്വഹാബി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ പോലും കണ്ണുനീര് വന്നുപോയി. സ്വന്തം ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ താൻ ഉടുത്തതല്ലാത്തൊരു വസ്ത്രമില്ല, അത് ഉടുത്തിട്ടാ ഞാൻ പള്ളിയിൽ വന്നത്. നിസ്കാരം കഴിഞ്ഞ് ഓടിപ്പോവുകയാണ് ആ സ്വഹാബി. എന്തിനാണ് എന്റെ ഭാര്യയുടെ നിസ്കാരം ഖളാ ആവാൻ പാടില്ല, അവൾ എന്നെ കാത്തു നിൽക്കുകയാണ്, ഞാൻ ചെന്നിട്ട് എന്റെ തുണി അഴിച്ചു കൊടുത്തിട്ട് വേണം അവളുടെ ഔറത്ത് മറച്ച് നിസ്കരിക്കാൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹ്
അല്ലാഹുവിന്റെ റസൂലിനോട് ഇത് പറഞ്ഞപ്പോ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, ഈ പാവപ്പെട്ട സ്വഹാബിയെ നിങ്ങൾക്കൊക്കെ ഒന്ന് സഹായിച്ചൂടെ? സ്വഹാബികളിൽ ചിലരെല്ലാം കയ്യിൽ കിട്ടിയ പണക്കെട്ടുകൾ, കയ്യിലുള്ളതെല്ലാം ആ സ്വഹാബിയുടെ കയ്യിലങ്ങ് വെച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് വലിയ സന്തോഷമായി. അയാൾ ആ പൈസ മുഴുവൻ കയ്യിൽ പിടിച്ചു. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. ഭാര്യ കാത്തു നിൽക്കുകയാണ് വീട്ടിന്റെ മുമ്പിൽ. അല്ല, നിങ്ങൾ എന്റെ സാധാരണയിലേറെ നേരം വൈകിയത്? എന്റെ സുബ്ഹ് നിസ്കാരത്തിന്റെ നേരം തെറ്റുമല്ലോ. എന്താ മനുഷ്യ നിങ്ങൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്നത്? ഭാര്യ കാത്തു നിൽക്കുകയാണ്. ഇയാൾ ഓടി വന്നപ്പോ തന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ ദീനാറുകൾ മുന്നിലിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെനിക്ക് ആര് തന്നതാണെന്നറിയുമോ? നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ നിന്ന് തന്നതാണ്. ഈ ഭാര്യ ചോദിച്ചു, എങ്ങനെ തന്നു? എങ്ങനെ തന്നെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, നബി തങ്ങൾ നമ്മുടെ അവസ്ഥ അറിഞ്ഞു. എങ്ങനെയാ നബി തങ്ങൾ നമ്മുടെ അവസ്ഥ അറിഞ്ഞത്? ഞാൻ നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് പോരുമ്പോ നബി തങ്ങൾ എന്നെ കണ്ടു. എന്നോട് ചോദിച്ചു, എങ്ങോട്ടാ ഓടിപ്പോരുന്നത്? ഞാൻ നമ്മുടെ പ്രയാസം മുഴുവൻ നബി തങ്ങളോടങ്ങ് പറഞ്ഞു. ആ ഭാര്യ അങ്ങ് കരഞ്ഞിട്ട് പറഞ്ഞു, റുദ്ദീ, എന്തിനാണ് ആ പണം ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുപോകുന്നത്? ആ പൈസ നബി തങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കൂ. എന്തിനാ നമുക്ക് പൈസ? ഈ ഉള്ളത് കൊണ്ട് ജീവിച്ചാൽ പോരെ. അല്ലാഹു അല്ലേ നമുക്ക് ഈ ഒരു തുണി തന്നത്? അസ്തഖൈതല്ലാഹ ഇലാ റസൂലില്ലാഹ്, അല്ലാഹു തന്നത് ഒറ്റ തുണിയാണെങ്കിൽ അത് പോരെ, എനിക്ക് 2 തുണി വേണം എന്ന് റസൂലുള്ളാഹിനോടാണ് ചോദിക്കുക. അല്ലാഹു ഒറ്റ തുണിയെ എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളൂ എങ്കിൽ ആ തുണി പോരെ, എനിക്ക് 2 തുണി വേണം എന്ന് നിങ്ങൾ ചോദിക്കുന്നത് റസൂലുള്ളാഹിനോടാണോ? എന്ത് അദബ് കേടാണ് ഈ കാണിക്കുന്നത്? ആ പണം കൊണ്ടുപോയി റസൂലുള്ളാഹിക്ക് കൊടുക്കൂ. നമുക്ക് ആ തുണി വേണ്ടെന്ന് പറഞ്ഞ സ്വഹാബി വനിതകൾ മദീനയുടെ ആസ്പാസിലായി ചുറ്റുഭാഗത്ത് ജീവിച്ചിരുന്നെന്ന അങ്ങനെ പാവപ്പെട്ട ഒരുപാട് സ്വഹാബിമാരവിടെ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്നു മഹാനായ മഹത്തുക്കളി മഹാന്മാരായ മുഫസ്സിരീങ്ങളെല്ലാം ഉദ്ധരിക്കുന്നുണ്ട് സഅലബ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച്. ഈ സഅലബയുടെ ചരിത്രം മഹാനായ ഇമാം നസഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സഅലബ യഥാ കടന്നു വരുന്നുണ്ട് ഒരിക്കൽ നബി തങ്ങളുടെ അടുക്കലേക്ക്. ദാരിദ്ര്യമുള്ള കുടുംബമാണ്, വളരെ പ്രയാസമുള്ള കുടുംബത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. നബി തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒന്ന് ദുആ ചെയ്യുമോ നബിയെ? എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണം, പൈസയുണ്ടാവാൻ, പണമുണ്ടാവാൻ വേണ്ടി ദ്വാരക്കണം നബിയെ. വീട്ടിലെന്നും കഷ്ടപ്പാടാ, ഒരു നേരത്തെ ഭക്ഷണം പോലും ചില സമയത്ത് കിട്ടില്ല. ഞാനും ഭാര്യയും പച്ചവെള്ളം കൊണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട്, ഈത്തപ്പഴം പോലും കിട്ടാറില്ല, വല്ലാത്ത കഷ്ടപ്പാടിലാണ്. ഒന്ന് ദ്വാരക്കുമോ നബിയെ? പണമുണ്ടാവാൻ ദ്വാരക്ക്. റസൂലുള്ള പറഞ്ഞു, സഅലബ ഖലീലുൻ തുഅദ്ദാ സകാതുഹാ ഖൈറുൻ മിൻ കസീർ. സഅലബ, പൈസ കയ്യിൽ വന്നാൽ, കാശ് കയ്യിൽ കിട്ടിയ മനുഷ്യന്റെ സ്വഭാവം മാറും. അതുകൊണ്ട് പണം നിനക്ക് വേണ്ട, അതാണ് നിനക്ക് നല്ലത്. അദ്ദേഹം പറഞ്ഞു, സഅലബ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ, എന്റെ സ്വഭാവമൊന്നും മാറില്ല, ഞാൻ നല്ല ഈമാനുള്ളവനായി തന്നെ ജീവിക്കാം, എനിക്കൊന്ന് പൈസക്ക് വേണ്ടി ദ്വാരക്ക് നബിയെ. വേണ്ട സഅലബ, നിങ്ങൾക്ക് പണം കിട്ടിയാൽ നിങ്ങളുടെ സ്വഭാവം മാറിപ്പോകും, അതുകൊണ്ട് നിങ്ങൾക്ക് പണമില്ലാതിരിക്കുന്നതാ നല്ലത് സഅലബ. നിങ്ങൾ പണമില്ലാതെ ഇപ്പൊ ജീവിക്കുന്നത് പോലെ ജീവിക്കലാ നല്ലത്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരില്ല നബിയെ, നല്ല ഈമാനുള്ള ഒരാളായി ഞാൻ അങ്ങയുടെ സേവകനായിട്ടുണ്ടാകും, എന്റെ ജീവിതത്തിൽ ഒരു തെറ്റും വരില്ല, ഒന്ന് ദ്വാരക്ക് നബിയേ. മൂന്നാമത്തെ പ്രാവശ്യം സഅലബ കൂടെ വന്നിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പണത്തിന് വേണ്ടി ദുആ ചെയ്തു. അതും മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് സഅലബ ആമീൻ പറഞ്ഞു. അല്ലാഹുമ്മ അഗ്നി സഅലബ,
പടച്ചവനെ സഅലബക്ക് നീ പണം കൊടുക്കണേ, പടച്ചവനെ സഅലബക്ക് നീ പൈസ കൊടുക്കണേ, പടച്ചവനെ സഅലബക്ക് നീ നിന്റെ ധനം ഇറക്കി കൊടുക്കണേ. റസൂലുള്ളാഹി ദുആ ചെയ്യുന്നു. പടച്ചവനെ മലക്കുകൾ ആമീൻ പറഞ്ഞു. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. സഅലബയുടെ ആമീൻ അല്ലാഹു കബൂലാക്കി. നബി തങ്ങളുടെ ദുആ അല്ലാഹു അങ്ങ് സ്വീകരിച്ചു. പിറ്റേ ദിവസം മുതൽ സഅലബയുടെ വീട്ടിൽ അന്ന് 2 ആടുകളാ ഉണ്ടായിരുന്നത്. ആടുകൾ അങ്ങ് പ്രസവിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഒരു വർഷമായപ്പോഴേക്ക് ഇയാളുടെ ധനത്തിൽ വല്ലാത്ത വ്യാപ്തി വന്നു. പിന്നെ അങ്ങനെ ഇയാൾ ധനികനായി മാറാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, മദീനയിലെ അറിയപ്പെട്ട ധനികന്മാരിൽ ഒരാളായി സഅലബ മാറി. എന്ന് മാത്രമല്ലല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഓരോ വക്ത് നിസ്കാരങ്ങൾക്കും 2ാമത്തെ സഫിലോ അല്ലെങ്കിൽ 1ാമത്തെ സഫിലോ ഉണ്ടാവാറുണ്ടായിരുന്ന സഅലബയെ പിന്നെ നബി തങ്ങൾ ഇടക്കിടക്ക് കാണാതായി. അപ്പൊ സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബ, നമ്മളൊരു സഅലബക്ക് വേണ്ടി ഒരിക്കൽ പൈസക്ക് വേണ്ടി നേർന്നു കൊടുത്തിരുന്നില്ലേ? അതേ നബിയെ, എന്നിട്ട് എവിടെ അവൻ? ഇന്നിപ്പോ ളുഹറിന്റെ സമയത്ത് അവനെ കാണുന്നില്ലല്ലോ. നബിയെ, അവൻ ആടുമേക്കാൻ വേണ്ടി മലയോരത്ത് പോയതായിരിക്കും, മടങ്ങിയെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, സഅലബയെ ഒന്ന് ഇങ്ങോട്ട് വിളിപ്പിക്കണം. സ്വഹാബികളിൽ ഒരാൾ ചെന്നു. എന്നിട്ട് പറഞ്ഞു, സഅലബ, നിങ്ങളെ റസൂലുള്ള വിളിക്കുന്നുണ്ട്. ഇയാള് വന്നു നബി തങ്ങളുടെ മുമ്പിൽ. നബി തങ്ങൾ ചോദിച്ചു, സഅലബ, നിനക്ക് പണമുണ്ടാകാൻ ദ്വാർന്നതാരാണ്? നബിയെ, അങ്ങ് തന്നെയാണ്. എന്നിട്ട് നിനക്ക് പണമുണ്ടായോ? അതെ. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, പണം വന്നാൽ നീ അല്ലാഹുവിനെ മറക്കുമെന്ന്? ഇന്ന് കണ്ടോ, എന്നും എന്റെ കൂടെ നിസ്കാരത്തിന് ജമാഅത്തിനുണ്ടാകുന്ന നീ പണം വന്നപ്പോ നിന്റെ ജമാഅത്തിന് കാണാതായല്ലോ. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനി മുതലുള്ള ജമാഅത്തിന്റെ കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാം നബിയെ. അങ്ങനെ നബി തങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞയച്ചു. പിന്നെയും പല സമയങ്ങളിലായി ജമാഅത്തിന് വന്നില്ല. നബി തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, യാ വൈഹ സഅലബ, സ്വഹാബ, സഅലബക്ക് നാശം തുടങ്ങി കേട്ടോ, സഅലബക്ക് നാശം തുടങ്ങി കേട്ടോ. പൈസ ഉണ്ടാവണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാ. പണം വേണ്ടടാ, നിനക്ക് പണം വേണ്ട, പണത്തിന് വേണ്ടി ദ്വാർക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ 100 വട്ടം. സമ്മതിച്ചില്ലല്ലോ. എന്നിട്ടിപ്പോ പണം വന്നപ്പോ കണ്ടോ, ഓർക്കാൻ സമയമില്ല, നിസ്കാരത്തിനെത്താൻ സമയമില്ല. അങ്ങനെയാണ് മദീന പള്ളിയിലെ ജുമാ നിസ്കാരങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. ഒരു ദിവസം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് നോക്കുമ്പോ സഅലബ പള്ളിയിൽ വന്നിട്ടില്ലെന്ന് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബ, എവിടെ സഅലബ? ജുമാക്ക് വന്നിട്ടില്ലല്ലോ. ജമാഅത്ത് നിസ്കാരങ്ങൾ പോകട്ടെ, ജുമാ നിസ്കാരത്തിന് എന്തേ സഅലബ വരാതിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, അന്ന് സഅലബയെ നബി തങ്ങൾ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സഅലബ, ജുമാ നിസ്കാരം നഷ്ടപ്പെടുത്താൻ പറ്റുമോ? നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, പണം അധികരിച്ചാൽ നിന്റെ ജുമാ പോയി പോകും, നിന്റെ ജമാഅത്ത് പോയി പോകും. അന്ന് നീ എന്നോട് പറഞ്ഞു, ഒരിക്കലുമില്ല നബിയെ, ഞാൻ ഉള്ളതിലേറെ നന്നാവാനിരിക്കുകയാണ്. എന്നിട്ട് നിന്റെ നിസ്കാരം നഷ്ടപ്പെടുന്നല്ലോ സഅലബ, നിന്റെ ജുമാ നിസ്കാരം പോലും നഷ്ടപ്പെട്ടു തുടങ്ങിയല്ലോ. സുബ്ഹാനല്ലാഹ്, അന്നും ഇയാളൊരു ന്യായം പറഞ്ഞു നബി തങ്ങളോട്, യാ റസൂലല്ലാഹ്, ഞാൻ പരമാവധി എല്ലാ നിസ്കാരങ്ങൾക്കും പങ്കെടുത്തോളാം. ആ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇയാള് പോയി. അല്ലാഹുവിന്റെ റസൂൽ പിന്നെ ഇയാളെ ശ്രദ്ധിച്ചതേയില്ല. പലപ്പോഴും ഇയാൾ ജുമാക്ക് വന്നില്ല, പിന്നെ ജമാഅത്തുകൾക്ക് വന്നില്ല, ജമാഅത്തുകളെല്ലാം നഷ്ടമായി, പിന്നെ ജുമാക്ക് വരാതായി, പിന്നെ മദീന പള്ളിയുമായി ബന്ധമില്ലാതായി. എവിടെന്ന് തുടങ്ങിയതാണ്? ഒരു ഉടുക്കാൻ ഒരു തുണിയില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ നബിയെ എനിക്ക് വേണ്ടി പൈസക്ക് ദ്വാർക്കുമോ എന്ന് പറഞ്ഞപ്പോ വേണ്ട സഅലബ, ഇങ്ങനെ ജീവിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞിടത്തുനിന്ന് തുടങ്ങിയതാണ്. ഇന്നിപ്പോ വലിയ ധനാഢ്യനാണ്, ഒരുപാട് ആടുകളുടെ ഉടമസ്ഥനാണ്, ആടുമാടുകളുടെ ഒരു വലിയ ശ്രേണി തന്നെ അയാളുടെ കീഴിലുണ്ട്. അപ്പോഴാണ് നബി തങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിസ്കാരങ്ങളില്ല, അദ്ദേഹത്തിന് പള്ളിയുമായി ബന്ധമില്ലാതായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സഅലബയുടെ ഒരു വർഷം തികഞ്ഞപ്പോൾ നബി തങ്ങൾ തന്റെ സ്വഹാബികളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സഅലബയുടെ സക്കാത്തിന്റെ സ്വത്ത് വിഹിതിക്കണമല്ലോ.
40 ആടുകൾക്ക് ഒരാട് സഹിതം വാങ്ങണം, 80 ആടുകൾക്ക് 2 ആടുകൾ സഹിതം വാങ്ങണം, 120 ആടുകളാണെങ്കിൽ അങ്ങനെ ഓരോ ആടുകളുടെ കണക്കനുസരിച്ചുകൊണ്ട് ആടുകളെ വാങ്ങാനായി നബി തങ്ങൾ സ്വഹാബികളെ പറഞ്ഞു വിട്ടു. അങ്ങനെ സ്വഹാബികൾ സഅലബയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതന്മാരാണ്. സലാം പറഞ്ഞുകൊണ്ട് സഅലബയുടെ അടുക്കൽ ചെന്നു. നിങ്ങളിപ്പോ പള്ളിയിലൊന്നും കാണാറില്ലല്ലോ, നിങ്ങളിപ്പോ ജുമാക്കൊന്നും വരാറില്ലല്ലോ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ കാര്യം പറ, എന്തിനാ വന്നത്? പൈസക്കാണോ? ഇയാളെ സ്വഭാവം മാറി നോക്കണം നിങ്ങൾ. 2 കാശില്ലാതെ ഇയാള് വന്ന് ദ്വാരക്കാൻ പറഞ്ഞ ആളാണെന്ന ബോധം മാറി. ഇയാൾ ചോദിക്കാൻ, നിങ്ങൾ എന്തിനാ വന്നത്? കാര്യം പറ. ഞങ്ങൾ റസൂലുള്ളാന്റെ ദൂതന്മാരാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ എന്തിനു വന്നു? കാര്യം പറ. ഞങ്ങൾ സക്കാത്ത് ചോദിക്കാൻ വന്നതാണ്. സക്കാത്ത് ചോദിക്കാൻ എന്റെ കയ്യിൽ ആരും ഒന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെയല്ലല്ലോ, ഉള്ള പൈസയിൽ നിന്ന് മുസ്ലിമീങ്ങൾ സക്കാത്ത് കൊടുക്കണമല്ലോ. അങ്ങനെ തരാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ എന്ന് ഇയാൾ ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ഈ 2 ദൂതന്മാരും സങ്കടത്തോടെ നബി തങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വന്നു. റസൂലുള്ള പറഞ്ഞു, ഇനി നമ്മൾ സഅലബയുടെ അടുത്തേക്ക് ദൂതന്മാരെ വിടില്ല, ഇനി നമുക്ക് സഅലബയുടെ സക്കാത്ത് വേണ്ട. അവൻ വഴിമാറിപ്പോയി. അവനോട് ഞാൻ അന്നേ പറഞ്ഞു, പണം വേണ്ട സഅലബാന്റെ കയ്യിലെന്ന്. സുബ്ഹാനല്ലാഹ്, പിന്നെ ഈ മനുഷ്യൻ ഒരുപാട് രോഗങ്ങളൊക്കെ ആയപ്പോ, വലിയ പ്രയാസങ്ങളായപ്പോ, വലിയ ബുദ്ധിമുട്ടുകളായപ്പോ ഒരിക്കൽ തിരിച്ചു വന്നു മദീന പള്ളിയിലേക്ക്. അല്ലാഹുവിന്റെ റസൂൽ സക്കാത്തിന്റെ സ്വത്ത് സ്വീകരിച്ചില്ല. കുറച്ച് ആടുകളൊക്കെ തെളിച്ചിട്ടാ വന്നത്. നബിയേ, ഇതെന്റെ സക്കാത്തിന്റെ സ്വത്താണ്, നിങ്ങൾ പിടിച്ചോളൂ, എടുത്തോളൂ, എനിക്ക് വേണ്ട, ഇത് ഇസ്ലാമിന് വേണ്ട, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. റസൂലുള്ള മടക്കി വിട്ടു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഇയാള് പിന്നെയും മടങ്ങി വന്നു. പ്രായമായിട്ടുണ്ട്, അവശതകൾ വന്നു, രോഗങ്ങൾ വന്നു, മരിക്കണമെന്ന ബോധം വന്നപ്പോ, പണത്തിന്റെ സുഖലോലുപതയിലൊന്നും ജീവിക്കാൻ പറ്റില്ലെന്ന് ഓർമ്മ വന്നപ്പോ സഅലബാന്ന് വീണ്ടും വന്നു നബി തങ്ങളുടെ മുമ്പിലേക്ക്, സഹാബത്തിന്റെ മുമ്പിലേക്ക്, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ്, നിങ്ങളെങ്കിലും എന്റെ സ്വതക്കയൊന്ന് സ്വീകരിക്കൂ, ഇതെന്റെ സക്കാത്തിന്റെ സ്വത്ത് സ്വീകരിച്ചോളൂ. സിദ്ദീഖ് റളിയല്ലാഹു സ്വീകരിച്ചില്ല. റസൂലുള്ള സ്വീകരിക്കാത്തത് ഞാൻ എങ്ങനെ സ്വീകരിക്കാനാണ്? ഞാൻ എങ്ങനെ സ്വീകരിക്കാനാണ്? റസൂലുള്ള സ്വീകരിക്കാത്ത സ്വത്ത് ഞാൻ സ്വീകരിക്കില്ല. സിദ്ദീഖ് റളിയല്ലാഹു തള്ളിപ്പറഞ്ഞു, ഉമറുൽ ഫാറൂഖും തള്ളിപ്പറഞ്ഞു. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഇയാൾ ഈമാൻ കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും ഉറപ്പില്ലാതെ മരണപ്പെട്ടു പോയ സംഭവം ഇമാമുമാർ ഉദ്ധരിക്കുമ്പോൾ, അല്ലേ, ഈമാൻ കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും ഉറപ്പില്ലാതെ മരിച്ചുപോയ സംഭവം ഇമാമുമാരുടെ തഫ്സീറുകളിൽ ഉദ്ധരിക്കുമ്പോ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മൻ ഫഖറ അഖ്ശാലൈക്കും, എനിക്കൊരിക്കലും തന്നെ പേടി നിങ്ങൾക്ക് ദാരിദ്ര്യം വരലല്ല. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ സഹോദരിമാർ മുന്നിലുള്ള സീറ്റിലേക്ക് ഒന്നുകൂടി കയറിയിരിക്കുകയാണെങ്കിൽ, ഇപ്പോഴും സഹോദരിമാർ വന്നുകൊണ്ടിരിക്കുകയാണ്, അവരവിടെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ അതൊന്നുകൂടി ആ കസേര ഒന്ന് എടുത്തിട്ട് ഒന്നിച്ച് ഇങ്ങോട്ട് കയറിയിരിക്കാനാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കുന്ന കസേര ഒന്ന് എടുത്തിട്ട് അത് പിടിച്ചൊന്നും ഇങ്ങോട്ട് ഒരടി കയറിയിരുന്നാൽ ഒരു സൗകര്യം ചെയ്യാൻ പറ്റും. അൽഹംദുലില്ലാഹ്, യമാനിസാദ് വിചാരിച്ചതിലേറെ ആളാണല്ലോ അല്ലേ? മാഷാ അല്ലാഹ്, നാളെ ആക്കോട് ഉസ്താദ് വരുന്നതോടുകൂടെ ഇവിടെ ആളെ തികയാതാവുമല്ലോ, സ്ഥലം കൊള്ളാതാവുമല്ലോ. അന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ പുറത്തു നിൽക്കുന്ന വോളണ്ടിയർമാരല്ലാത്ത മുഴുവൻ ആളുകളും അകത്ത് കടന്നിരിക്കണം. വോളണ്ടിയർമാർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വോളണ്ടിയർമാരല്ലാത്ത മുഴുവൻ ആളുകളെയും ഈ സദസ്സിന്റെ മുന്നിലേക്ക് വോളണ്ടിയർമാർ കടത്തിവിടണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി ഉമ്മത്തിനെ പേടിച്ച കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്. ഫവല്ലാഹ്,
അല്ലാഹുവിനെ തന്നെ സത്യം, അൽ ഫഖറ അഖ്ശാ അലൈക്കും, ദാരിദ്ര്യത്തെ കുറിച്ച് എനിക്ക് നിങ്ങളെ കുറിച്ച് പേടിയേയില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കും ദുനിയ, ഐഹികമായ ലൗകികമായ സൗകര്യങ്ങളെല്ലാം അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തരലാൻ എനിക്ക് പേടി. ഫതനാഫസുഹാ, നിങ്ങളതിൽ മത്സരിക്കാൻ ആരംഭിക്കും, പരസ്പരം കടിച്ചു കീറാൻ ആരംഭിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നബി തങ്ങളുടെ സന്തത സഹചാരിയാണ്, നബി തങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ടയാളാണ് അബൂദർ റളിയല്ലാഹു അൻഹു. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയുന്നുണ്ട്, യാ അബൂദർ തങ്ങളെ, അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയുന്നുണ്ട്, അവസാന കാലത്തേക്ക് അടുക്കുന്നതിന് മുമ്പ് ചില അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കാണാൻ പറ്റുന്ന അടയാളങ്ങളിൽ ഒന്നെന്താണെന്നറിയുമോ? വക്കസുറൽ മാൽ, ജനങ്ങൾക്കിടയിൽ സമ്പത്ത് വ്യാപിക്കുന്നത് നിങ്ങൾക്ക് കാണാം. വഉദ്ദിമ റബ്ബുൽ മാൽ, സമ്പത്തുള്ള ആളുകൾ ബഹുമാനിക്കപ്പെടുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിനോടടുത്ത സമയം വന്നാൽ, ഇദഖതറബ സമാൻ, കാലം അടുത്തു വരാൻ തുടങ്ങിയാൽ, വകസുറത്തി തിജാറ, കച്ചവടം വ്യാപകമായി വിജയം കണ്ടു തുടങ്ങിയാൽ, എല്ലായിടത്തും കച്ചവടം കെങ്കേമമായി പൊടിപൊടിക്കാൻ തുടങ്ങിയാൽ, കണ്ടില്ലേ നിങ്ങൾ, നമ്മുടെ വീട്ടിൽ 3ഉം 4ഉം കൂട്ടുകളുണ്ടല്ലോ, ഉടുത്തുവെച്ച ഡ്രസ്സുകൾ തന്നെ, എടുത്ത് നമ്മൾ സൂക്ഷിച്ച് അലമാരയിൽ വെച്ച ഡ്രസ്സുകൾ തന്നെ 3ഉം 4ഉം കൂട്ടുണ്ട്. പക്ഷേ നമുക്കതൊന്നും മതിയാകുന്നില്ലല്ലോ. എന്നിട്ടും നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നലെയും മിനിയാന്നുമൊക്കെ ഞാൻ പനി പിടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പോ, പടച്ചവനെ, നഗരത്തിലൂടെ വാഹനമൊന്ന് കടത്തിവിടാൻ എന്ത് പ്രയാസമാ, ഒന്ന് കടന്നു പോകാൻ പോലും കഴിയുന്നില്ല. തലവേദനിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ, പടച്ചവനെ, ടെക്സ്റ്റൈൽസിന്റെ മുമ്പിലൊക്കെ ഈ ഉമ്മത്തിന്റെ പെൺകുട്ടികൾ എത്രയോ നിരനിരയായി നിൽക്കൊള്ളുകയാണ്. ടെക്സ്റ്റൈൽസുകളൊക്കെ ഷട്ടർ താഴ്ത്തിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കറിയുമോ, പേരാമ്പ്രയിൽ ഞാൻ ജോലി ചെയ്യുന്ന ജുമാഅത്ത് പള്ളിയുടെ ചുറ്റുഭാഗത്തായി ഒരു 3 ടെക്സ്റ്റൈൽസുകളുണ്ട്. അതിൽ ഏകദേശം ഒരു 10-75 ഇസ്ലാമിന്റെ മുസ്ലിം ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവര് പറയാറുണ്ട് എന്നോട്, ഉസ്താദേ, ഇഫ്താറിന്റെ സമയത്തിനോടടുക്കുമ്പോഴെങ്കിലും, നോമ്പ് തുറക്കാനുള്ള സമയം അടുക്കുമ്പോഴെങ്കിലും ഉമ്മമാരോട് ടെക്സ്റ്റൈൽസിലേക്ക് ഇറങ്ങുന്ന സമയമൊന്ന് മാറ്റിയിട്ടൊന്ന് രാവിലെ ഒന്ന് വന്ന് കയറിപ്പോകാൻ പറയണമെന്ന് എവിടെയെങ്കിലും ക്ലാസ്സിന് പോകുമ്പോ, വയലിന് പോകുമ്പോ പറയാൻ പറ്റുന്നിടത്തൊക്കെ ഒന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നോമ്പ് തുറയും ഞങ്ങളുടെ മഗ്‌രിബ് നിസ്കാരവും നഷ്ടപ്പെടാതെ രക്ഷപ്പെടാമല്ലോ എന്ന് പടച്ചവനെ ഈമാനുള്ള ചെറുപ്പക്കാരന്മാർ ആ കൂട്ടത്തിലുണ്ട്. എന്നിട്ടും നമുക്ക് എത്രയോ വസ്ത്രങ്ങൾ ഉണ്ടായിട്ട് പോലും നമുക്ക് തികയുന്നില്ലല്ലോ. നബി തങ്ങൾ പറഞ്ഞു, അബൂദർറേ, ഖിയാമത്തിനോടടുത്ത കാലം വന്നാൽ വകസുറത്തി തിജാറ, കച്ചവടം ഇങ്ങനെ വ്യാപകമായി പൊടിപൊടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. വകസുറത്തിൽ മാൽ, എല്ലാവരുടെ കയ്യിലും സമ്പത്തും ഉണ്ടാകുന്നതാണ്. എന്ന് മാത്രമല്ല, വഉദ്ദിമ റബ്ബുൽ മാൽ, ഏറ്റവും കൂടുതൽ പണമുള്ളവനാരാണോ അവരാണ് എപ്പോഴും ബഹുമാനിക്കപ്പെടുക. ബഹുമാനിക്കപ്പെടുന്നവരായിരിക്കും പണമുള്ളവർക്കാണ് മുൻനിരയിൽ സീറ്റുള്ളത് എന്ന അവസ്ഥ വരും, അല്ലേ? വലിയ വലിയ പണ്ഡിത സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വരെ വലിയ വലിയ മുൻസീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് ആർക്കാണ്? പണക്കാർക്കാണ്. അയാൾ എങ്ങനത്തെ ആളാണെന്ന് നോട്ടമില്ല. പൈസയുള്ള ആളുകളെ നോക്കിയിട്ട് ആളുകളെ ബഹുമാനിക്കുകയാണ്. അവരെ കൊണ്ട് നേട്ടമുണ്ടാകുമ്പോൾ അവരെ ആദരിക്കുകയാണ്. പടച്ചവനെ, ഒരു മനുഷ്യന്റെ പേരിലാണല്ലോ ഈ നഗരി നിലകൊള്ളുന്നത്. മഹാനായ
ശംസുൽ ഉലമാഇ നവ്വറല്ലാഹു മർക്കദയുടെ പേരിലാണ് നമ്മൾ ഈ നഗരിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആരാണ് ആ മഹാൻ എന്നറിയുമോ? PM സയ്യിദ് സാഹിബ് ലക്ഷദ്വീപിൽ നിന്ന് MP ആയി മത്സരിച്ച് പാർലമെന്റ് അംഗമായിട്ട് വെള്ളിമാട് കുന്നിലേക്ക് ശൈഖുനായെ കാണാൻ വേണ്ടി കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. സുബ്ഹാനല്ലാഹ്, ശംസുൽ ഉലമ വീടിന്റെ തറയിലെ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വീടിന്റെ പഴയ ഓടിട്ട വീടൊന്ന് ആലോചിച്ചു നോക്കൂ. ആ വീടിന്റെ പുറത്തൊരു തിണ്ണയുണ്ടാവും. ആ വെറും സിമന്റ് ഇട്ട തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് PM സയ്യിദ് സാഹിബ് കടന്നു വരുന്നത്. പോലീസുകാരുടെ അകമ്പടിയോടുകൂടെ കടന്നു വന്നത്. ആളുകൾ വന്ന് പരിചയപ്പെടുത്തി, ശംസുൽ ഉലമ EK ഉസ്താദ് ഈ വന്നിരിക്കുന്നത് ആരാണെന്നറിയുമോ? ലക്ഷദ്വീപിലെ MP ആണ്, സയ്യിദ് സാഹിബാണ്, നിങ്ങളെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോ ഇരുന്ന ഇരിപ്പിടത്തിന്റെ അതേ തറയിൽ കുറച്ചപ്പുറത്തൊന്ന് കൈകൊണ്ട് തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദാ ഇവിടെ ഇരുന്നോളൂ, നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. അല്ലേ? അങ്ങോട്ട് എണീറ്റ് നിന്ന് ബഹുമാനിക്കല്ലേ? പണക്കാരെ അങ്ങോട്ട് ബഹുമാനിക്കുന്നത് ദീനിന്റെ ആദർശമല്ല. ആലിമീങ്ങൾ അങ്ങോട്ട് ചെല്ലുക, അല്ലെ? ആലിമീങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് കണ്ടാൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. അല്ലെ? അവിടെ തുടച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നോളൂ. അതേസമയം ജാമിയയുടെ പ്രിൻസിപ്പളായിരിക്കുന്ന മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ, ജാമിയയുടെ പ്രിൻസിപ്പളാണ് കുഞ്ഞുമോൻ ഉമർ അലി ശിഹാബ് തങ്ങൾ. കുളിമുറിയിൽ നിന്ന് കുളി കഴിഞ്ഞു പോവാണ് ആ പൊന്നുമോൻ. കുളി കഴിഞ്ഞു പോകുമ്പോ സുബ്ഹാനല്ലാഹ് പൊന്നുമോനെ വിളിച്ചിട്ട് ചോദിക്കാണ്, തങ്ങള് കുട്ടി, നിങ്ങളുടെ കയ്യില് കുളിച്ച സോപ്പിന്റെ ബാക്കി കഷ്ണമുണ്ടോ? നിങ്ങളുടെ കയ്യിൽ കുളിച്ച സോപ്പിന്റെ ബാക്കി കഷ്ണമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് തന്നേക്ക്, ഉസ്താദിന് തന്നേക്ക്. പടച്ചവനെ, ജാമിയയുടെ പ്രിൻസിപ്പൽക്ക് ഒരു സോപ്പിന്റെ കഷ്ണം വാങ്ങാൻ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ല, അല്ലേ? സയ്യിദിന്റെ ബറക്കത്ത് കിട്ടാൻ തങ്ങളൂട്ടിയ സോപ്പിന്റെ കഷ്ണമുണ്ടെങ്കിൽ അതെന്റെ കയ്യിൽ തന്നേക്കെന്ന് പറഞ്ഞിട്ട് ആ സോപ്പ് കൊണ്ടുപോയി കുളിച്ച മഹാൻ. എവിടെ നിന്നെങ്കിലും ഒരു ഉദ്ഘാടനം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വാഹനം കടന്നു പോകാനുണ്ടെങ്കിൽ ഡ്രൈവറോട് പറയും, അത്ര വാഹനം വിടല്ല, വണ്ടി വിടാനായിട്ടില്ല, കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ല, തങ്ങളെ വാഹനം പോകട്ടെ. തങ്ങന്മാരെ ബഹുമാനിക്കാത്ത ദീന് നമുക്കില്ല, സയ്യിദന്മാരെ ബഹുമാനിക്കാത്ത ഒരു ദീന് നമുക്കില്ല, സയ്യിദന്മാരെ ആദരിക്കാത്ത ഒരു മതത്തിന്റെ മാനദണ്ഡം നമുക്കില്ല. അതുകൊണ്ട് തങ്ങൾ പോകട്ടെ, എന്നിട്ട് നമുക്ക് പിന്നാലെ പോകാമെന്ന് മഹാനായ ശംസുൽ ഉലമ പറയുമായിരുന്നത്രേ. അവിടെ സയ്യിദിയത്തിനാ പവർ, സിയാദത്താ നോക്കേണ്ടത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താ നോക്കേണ്ടത്, അല്ലാതെ എന്തല്ല പണത്തിനല്ല ബഹുമാനം കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. റസൂലുള്ള ഈ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയ ഒന്നാമത്തെ കാര്യം, നബി തങ്ങളെ പേടിച്ച ഒന്നാമത്തെ കാര്യം, ഫവല്ലാഹി ലൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ദാരിദ്ര്യമല്ല എനിക്ക് പേടി, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കും ദുനിയാ, ഈ ലോകത്തിന്റെ എല്ലാ ആഡംബരങ്ങളും അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തരലാണ് എനിക്ക് പേടി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്താണെന്നറിയില്ല, ഈ പനി കഴിഞ്ഞെണീറ്റത് കൊണ്ടായിരിക്കാം വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അത് നമ്മുടെ സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു 3 നമ്മുടെ ഈ പരിശുദ്ധമായ റമളാനിന്റെ ബറക്കത്തിന് വേണ്ടി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ وأسألك الجنة وأعوذ بك من النار. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين.
اللهم اعتقني من النار وادخلني الجنة يا رب العالمين. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ഖറജ അലൈനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ഗദാത്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ മദീന പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലെങ്കിലേ വെള്ളമില്ലല്ലോ, കുടിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു ഞങ്ങളെല്ലാവരും പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വനഹ്നു നതദാക്കറുൽ മസീഹദ് ദജ്ജാൽ. ഞങ്ങൾ മസീഹുദ് ദജ്ജാലിനെ കുറിച്ചുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് കടന്നു വന്നത്. നബി തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, എന്താ നിങ്ങൾ സംസാരിക്കുന്നത്, എന്തിനെ കുറിച്ചാണ്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ദജ്ജാലിനെ കുറിച്ചാണ് നബിയെ സംസാരിക്കുന്നത്. ദജ്ജാലിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരൂ. ഒറ്റക്കണ്ണനായ ദജ്ജാലിനെ കുറിച്ച് അല്ലാഹുവിന്റെ നബിയെ ദജ്ജാലിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അലാ ഉഖ്ബിറുകും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ. എന്നാൽ സ്വഹാബികളെ, നിങ്ങൾ ദജ്ജാലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ കേട്ടോളൂ, ദജ്ജാലിനെയല്ല എനിക്ക് പേടി. റസൂലുള്ളാഹി പറയാണ്, ദജ്ജാലിനെ കുറിച്ചാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? എന്നാൽ നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ദജ്ജാലിനെയല്ല, ഗൈറദ് ദജ്ജാൽ, ദജ്ജാൽ അല്ലാത്തതാണ് അഖ്വഫു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും പേടിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ചോദിച്ചു, അതാരാ നബിയെ? ദജ്ജാലല്ലാത്ത മറ്റൊരു കാര്യം നിങ്ങൾ ഞങ്ങളുടെ മേൽ പേടിക്കുന്നതെങ്കിൽ അതെന്തു കാര്യമാണ്? അതാരെയാ നിങ്ങൾ പേടിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, അശ്ശിർകുൽ ഖഫീ അരിയാ. ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നത് ചെറിയ ശിർക്കിനെയാണ്, ചെറിയ ബഹുദൈവാരാധന. അതെന്താ ചെറിയ ബഹുദൈവാരാധന? അരിയാ. നിങ്ങൾ ജനങ്ങൾ കാണാൻ വേണ്ടി നന്മ ചെയ്യാൻ തുടങ്ങും. യുസയ്യിനു സ്വലാത്ത്, നിങ്ങൾ നിസ്കാരം നന്നാക്കും. ലിമാ യറാ മിൻ നദരി റജുൽ, വേറൊരാൾ നോക്കുന്നത് കാണുമ്പോ നിങ്ങൾ നന്നായി നിസ്കരിക്കും. പഠിച്ചവനെ വേറൊരാൾ നോക്കുന്നുണ്ടല്ലോ, ഒന്ന് ഉഷാറായി നിസ്കരിക്കാമെന്ന് നിങ്ങൾ കരുതും. വേറൊരുപാട് ആളുകളുള്ള സദസ്സിൽ വെച്ച് വലിയ സംഖ്യ നിങ്ങൾ സ്വതക്ക ചെയ്യും. കാരണം നാലാള് കാണട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കും, അല്ലേ? റസൂലുള്ളാഹി പറഞ്ഞു, അരിയാ. ദജ്ജാലിലേറെ, ദജ്ജാലിനെ പേടിക്കുന്നതിലേറെ നിങ്ങൾ പേടിക്കേണ്ടത് എന്തിനെയാണ്? റിയാഇനെയാണ്, നാലാള് കാണുന്നതിനെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ അടുത്ത് വളരെ പ്രസിദ്ധമായ ഒരു ജുമാ മസ്ജിദിലെ ഒരു ഇമാം എന്നെ കണ്ടിരുന്നു. അയാൾ എന്നോട് പറയുകയാണ്, പടച്ചവനെ, വാപ്പ മരിച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാണ് മകൻ. വാപ്പ മരിച്ചു, മയ്യത്ത് നിസ്കരിക്കാൻ അറിഞ്ഞുകൂടാ മകന്. രാവിലെ വിളിക്കുന്നുണ്ട് മുസ്ലിയാർക്ക്, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എങ്ങനെയാ മയ്യത്ത് നിസ്കരിക്കുക? അപ്പൊ ഉസ്താദ് വളരെ വിശദീകരിച്ചിട്ട് എനിക്ക് മയ്യത്ത് നിസ്കരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇവൻ മയ്യത്ത് നിസ്കാരൊക്കെ ഓക്കെ, ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ആദ്യം തക്ബീറിട്ട് ഒക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു, ഓക്കെ, ഇനി ഞാൻ റെഡിയാക്കി തരാം. അങ്ങനെ മയ്യത്ത് നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ റെഡിയായി. കുറച്ച് കഴിഞ്ഞു, ളുഹറിന്റെ സമയമായപ്പോ മയ്യത്ത് പള്ളിയിലെത്തി, നിസ്കാരം കഴിഞ്ഞു. ഉഷാറായിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട്, നിസ്കാരം എങ്ങനെ ഉണ്ടായിരുന്നു? യാ അല്ലാഹ്, ആളുകൾക്കെല്ലാം ഒന്ന് കാണിക്കൂട്ടാനുള്ള കാര്യങ്ങളാവുക. സ്വന്തം പിതാവാണെന്ന ബോധം പോലുമില്ലാതെ ഇബാദത്തുകൾ പോലും
അല്ലേ? നന്മ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചെയ്തതെല്ലാം പിശാച് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യമായി മാറുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുകയാണ്, അങ്ങനെയുള്ള ആളുകളോട് യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറയും, ലഹും യൗമൽ ഖിയാമ, ആളുകളെ കാണിച്ച് ഇബാദത്തെടുത്തവരോട്, അവർക്ക് വേണ്ടി പണം കൊടുത്തവരോട്, നാലാളെ മുന്നിൽ പറയപ്പെടാൻ വേണ്ടി സ്വതക്ക ചെയ്തവരോട് പറയുമത്രേ, അവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖിയാമത്ത് നാളിൽ വെച്ച് വിളിച്ചു പറയുമത്രേ, ആരെ കാണിക്കാനാ നിങ്ങൾ ഇതൊക്കെ ചെയ്തിരുന്നത്? അവരുടെ അടുത്തേക്ക് ചെന്നോളൂ. ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയാ ഫഹൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാഅ, വല്ലതും അവരിൽ നിന്ന് പ്രതിഫലം വാങ്ങാനുണ്ടെങ്കിൽ ആരെ കാണിക്കാനാ ചെയ്തത്? അവരിൽ നിന്ന് പ്രതിഫലം വാങ്ങി വന്നോളൂ എന്ന് മാലാഖമാർ അവരോട് പറയുമെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അല്ലേ? റിയാ, ലോകമാന്യം, അഹങ്കാരം, ഞാനെന്ന ബോധം, അതാണ് ഈ ഉമ്മത്തിനെ നശിപ്പിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയുമോ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ ഇഷ്ടപ്പെട്ട അനുചരനാണല്ലോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായി. പെട്ടെന്നുള്ള വഫാത്തായിരുന്നല്ലോ, പെട്ടെന്നാണല്ലോ കുത്തേറ്റ് വീണതും, പെട്ടെന്നാണല്ലോ ഷഹീദാകുന്നതും. ഷഹീദായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാണെങ്കിലും അത് ദുനിയവിയായ ഷഹീദാണല്ലോ, പരിശുദ്ധ ഉഖറവിയായ ഷഹീദാണല്ലോ, പരിശുദ്ധമായ യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ടതല്ലാത്തതുകൊണ്ട് കുളിപ്പിക്കലും കഫംപുട അണിയിപ്പിക്കലും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വന്നല്ലോ. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ രക്തമുറ്റുന്നുണ്ട് ശരീരത്തിൽ നിന്ന്, കഠാര കുത്തിയിറക്കിയ ഭാഗത്തിലൂടെ ആ ഭാഗം ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുളിപ്പിക്കാനുള്ള കട്ടിൽ ഇങ്ങനെ മലർത്തിക്കിടത്തി. സുബ്ഹാനല്ലാഹ്, 10 കൊല്ലം മദീന എന്ന രാജ്യത്തെ ഇത്ര സുന്ദരമായി ഭരണം നടത്തിയ ഒരു ഖലീഫ സുന്ദരമായി കട്ടിലിൽ ഇങ്ങനെ കിടക്കുവാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വെള്ളമെടുത്തിങ്ങനെ ഒഴിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലൂടെ മേൽഭാഗത്തിന്റെ കുളിപ്പിക്കൽ കഴിഞ്ഞു, സുന്ദരമായി കുളിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കമഴ്ത്തിക്കിടത്തി പുറം ഭാഗത്ത് ഇങ്ങനെ വെള്ളമൊഴിച്ച് തടവുമ്പോ ഒരുപാട് മുറിയടയാളങ്ങൾ കാണുന്നുണ്ട്. പടച്ചവനെ, ഖലീഫയുടെ പുറത്തെങ്ങനെ മുറിയുണ്ടായി. ഈ തുണിയങ്ങ് ഉയർത്തി നോക്കുമ്പോ വലിയ ചാട്ടവാറടിയുടെ അടയാളങ്ങൾ കാണുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ പുറത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ലൗ സലക ഉമർ ഫജ്ജൻ ലസലക ശൈത്താനു ഫജ്ജൻ ആഖർ, വല്ല അപരാധവും ചെയ്തവരുണ്ടെങ്കിൽ പോലും ഉമർ ഒരു വഴി വരുന്നുണ്ടെന്നറിഞ്ഞാൽ അവര് വഴിമാറിപ്പോകുമായിരുന്നു റളിയല്ലാഹു അൻഹു. അത്രയും മഹാനായ ഒരു മനുഷ്യനെ ആരാണ് പടച്ചവനെ ഇങ്ങനെ ചാട്ടവാറടിക്കാൻ ധൈര്യമുള്ളവർ? ഇങ്ങനെ ചാട്ടവാറടിക്കാൻ ധൈര്യമുള്ളവരാരാണ്? ഇങ്ങനെ മർദ്ദിക്കാൻ ധൈര്യമുള്ളവരാരാണ്? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് സമാധാനം കിട്ടുന്നില്ല. വലിയ ബേജാറായി, വലിയ അടങ്ങാറ്. മയ്യത്ത് കുളിപ്പിച്ച് ഒരു വിധത്തിലങ്ങ് പൂർത്തിയാക്കി മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോൾ മനസ്സിലുള്ള വിചാരം ഇതാണ്, ആരായിരിക്കും ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ അടിച്ചിരിക്കുക? കൊണ്ടുപോയി മറവ് ചെയ്തു. എല്ലാം കഴിഞ്ഞു. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ മനസ്സിൽ കണ്ണുനീര് വരുന്നുണ്ട്. 10 കൊല്ലം അമീറുൽ മുഅ്മിനീൻ
എന്ന് സ്നേഹത്തോടുകൂടെ വിളിച്ച ഒരു മനുഷ്യൻ പടച്ചവനെ മയ്യത്ത് കുളിപ്പിച്ചപ്പോ ശരീരത്തിൽ ഒരു ചാട്ടവാറടി കണ്ടിട്ട് അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാതെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും? നേരെ വീട്ടിൽ നിന്ന് ആ വഴിയിൽ നിന്ന് തിരിഞ്ഞു ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ബഹദിയായ ഭാര്യയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വേദനിപ്പിക്കാനല്ല, എന്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം നിങ്ങളോട് അന്വേഷിക്കാനാണ്. എന്താ കാര്യമെന്നറിയുമോ? ഏറെ സ്നേഹിക്കുന്ന, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എന്റെ ഖലീഫ, ഞാൻ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ആ ശരീരത്തിൽ തൊട്ടപ്പോ ഒരുപാട് അടിയുടെ പാടുകൾ ഉണ്ടായിരുന്നു. ഞാനൊന്ന് ചികഞ്ഞന്വേഷിച്ചപ്പോ ചാട്ടവാറടിയുടെ പാടുകളാണ്. ആരാണ് ഉമറിന് ചാട്ടവാറടിച്ചതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇതെന്റെ അവസാനത്തെ ചോദ്യമാണ്. ഇനി ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ആ ഭാര്യ പറഞ്ഞു, അതിനോട് ആരോടും പറയരുതെന്ന് പറഞ്ഞതാ, അതൊരു രഹസ്യമാണ്, പറയരുതെന്ന് പറഞ്ഞു സൂക്ഷിച്ചതാണ്. എങ്കിലും അബ്ദുറഹ്മാൻ, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് നിങ്ങളോടത് പറയുകയാണ്. നിങ്ങളുടെ ഖലീഫയുണ്ടല്ലോ, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഓരോ ദിവസവും മദീനയിലാകെ നടക്കും. നിങ്ങളുടെ എല്ലാ വീടുകളും ഉറങ്ങിയിട്ടേ അദ്ദേഹം ഉറങ്ങാറുള്ളൂ. എല്ലാ തെരുവോരങ്ങളിലും നടക്കും, എല്ലാ മലഞ്ചെരുവുകളിലൂടെയും സഞ്ചരിക്കും, എല്ലാ ഒറ്റപ്പെട്ട മാർഗങ്ങളിലൂടെയും ചെല്ലും. എന്നിട്ടോ എല്ലാവരുടെ പ്രയാസങ്ങളും തീർന്നുവെന്നറിഞ്ഞാൽ, എല്ലാ മദീനക്കാരും സമാധാനത്തോടുകൂടെ ഉറങ്ങുന്നു എന്നറിഞ്ഞാൽ, ഇനി എനിക്ക് എന്റെ വീട്ടിലേക്ക് മടങ്ങാമെന്നാകുമ്പോ ഏകദേശം പാതിരാസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോ രാക്കിളികൾ പോലും ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോ ഞാൻ പോലും ഉറങ്ങിക്കിടന്നിട്ടുണ്ടാകും. അസമയത്താണ് ഉമർ വീട്ടിലേക്ക് കയറി വരുന്നത്. പിന്നെ ഞാൻ ഉണരുന്നത് ചാട്ടവാറടിയുടെ ശബ്ദം കേട്ടിട്ടാണ്. എന്താ പറയുന്നത്? ഉമറേ ഉമറേ, നീ ജനങ്ങളെ നന്നാക്കി, എന്നിട്ട് നീ നന്നായോ? ഉമറേ, ജനങ്ങളെ നന്നാക്കി, നിനക്ക് തോന്നുന്നുണ്ടോ ഉമറേ നീ വലിയവനാണെന്ന്? ഉമറേ, നീ ചെറിയവനാണ് എന്ന് സ്വയം ഇങ്ങനെ പറഞ്ഞിട്ട് സ്വന്തമായി ചാട്ടവാറ് കൊണ്ടടിക്കും. പലതവണ ഞാൻ പോയി പിടിച്ചിട്ടുണ്ട്. വേണ്ട ഉമറേ, ഇനി അടിക്കരുത്, ശരീരം പൊട്ടിയൊഴുകുന്നുണ്ട്, ചോര ഒലിക്കുന്നുണ്ട്, ഇനി അടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കാറില്ല. ശരീരത്തിൽ അടിച്ചുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തം വരാറുണ്ട്, നെഞ്ചുഭാഗത്ത് നിന്ന് രക്തം വരാറുണ്ട്, പുറത്തുനിന്ന് രക്തം വരാറുണ്ട്. ആ അടിയുടെ പാടെല്ലാം നിങ്ങളുടെ ഖലീഫ സ്വന്തത്തെ അടിച്ചതാണെന്ന് മഹദിയായ ഭാര്യ പറയുമ്പോ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നിറങ്ങിപ്പോന സംഭവം പടച്ചവനെ ചരിത്രങ്ങളിലൂടെ കാണാൻ സാധിക്കുമ്പോഴാണ് പടച്ചവനെ ആ ഒരു സ്വഭാവം, മറ്റുള്ളവരെ കാണിക്കാൻ എന്ന തോന്നൽ, ഞാൻ വലിയവനാണെന്ന ഒരു അഹങ്കാരത്തിന്റെ അഹങ്കാരം എന്നത്, ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിന്റെ മേൽ വല്ലാതെ പേടിച്ച സ്വഭാവമാണെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമ്മൾ കാണുകയാണ്. അപ്പൊ സ്വഹാബികളോട് നബി തങ്ങൾ പറയാണ്, നിങ്ങൾ ദജ്ജാലിനെ അല്ല പേടിക്കേണ്ടത്. നബി തങ്ങൾ പറയാണ്, ദജ്ജാലിനെ പേടിക്കണ്ട എന്നല്ല. സ്വഹാബികൾ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞപ്പോ ദജ്ജാലിനെ അല്ല ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നത്, വലാകിൻ അഖാഫു അലൈക്കും അശ്ശിർക്കൽ അസ്ഗർ, എനിക്ക് നിങ്ങളുടെ മേൽ പേടിയുള്ളത് അശ്ശിർക്കൽ അസ്ഗർ, ചെറിയ ശിർക്കിനെയാണ്. എന്ന് പറഞ്ഞാൽ അരിയാ, നിങ്ങൾക്ക് ലോകമാന്യം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെന്നെ കാണുമ്പോൾ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ പോകും അല്ലേ? ജുമാക്ക് പോകുന്നത് എന്തിനാണ്? പടച്ചവനെ ഇനി എന്നെ കണ്ടിട്ടില്ലെങ്കിൽ എന്താണ്? ഞങ്ങള് ചില നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ചില ആളുകൾ പ്രസിഡന്റ് ആവുന്ന കാലത്തെല്ലാം പള്ളിയിലുണ്ടാവും. പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റപ്പെട്ട പിന്നെ അയാളെ പള്ളിയിൽ കാണൂല്ല. ഇതെന്താ കാരണം?
അല്ലേ, ആളുകൾ കാണണം എന്ന ബോധം അല്ലേ. പള്ളിയിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടിയിട്ട് അടുത്ത ഒരു ജനറൽ ബോഡി വിളിക്കാനായിട്ടുണ്ട്. അപ്പൊ ഏകദേശമൊക്കെ പള്ളിയുടെ അടുത്തിങ്ങനെ കാണും, ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കയറി പറ്റണം. അതൊരു സ്ഥാനമാണ്, അതൊരു പേരാണ് അല്ലെ. എന്നിട്ട് അതിനു വേണ്ടി ഇങ്ങനെ നടക്കാൻ, അത് കഴിഞ്ഞാ പിന്നെ അയാളെ കണ്ടോളം എന്നില്ല. അതാണ് എനിക്ക് പേടിയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അതിൽ വന്നില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കുമല്ലേ? ഞാൻ നിസ്കരിക്കാൻ ചെന്നിട്ടില്ലെങ്കിൽ, ഈ പള്ളിന്റെ അടുത്ത വീടിൻ്റെതായിട്ട് ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ എന്ത് വിചാരിക്കും? ആരെന്ത് വിചാരിക്കട്ടെ, അതല്ല പ്രശ്നം. ചെയ്ത ഇബാദത്തിനെ പോലും നഷ്ടപ്പെടുത്തി കളയുന്നത് ഇങ്ങനത്തെ നിയ്യത്തുകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലേ. നമ്മുടെ സഹോദരിമാർക്കില്ലേ, ഏതായാലും മരിച്ചില്ല, വീട് വരെ ഒന്ന് പോയി വരിക. എടി അതിനൊരുപാട് ബുദ്ധിമുട്ടല്ലേ. എന്താപ്പ ഞാൻ പോയില്ലെങ്കിൽ മറ്റോളൊക്കെ വരും, മറ്റെവിടുന്നും അവരും വരും. എന്നിട്ട് ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ ഓലെന്താ വിചാരിക്ക, ഓലെന്ത് വിചാരിക്കും എന്നത് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത്. ആ ഇബാദത്ത് വാത്തിലായി പോയി, ആ പെട്രോൾ അടിച്ചത് മുഴുവൻ വെറുതെ ആയി പോയി, ആ യാത്ര വെറുതെ ആയി പോയി, ആ കഷ്ടപ്പാടും വെറുതെ ആയി പോയി. ഓരെന്താ വിചാരിക്ക? മരിച്ച വീട്ടിൽ പോവാൻ ഒരുപാട് തിരക്കുണ്ട്, ആ തിരക്കൊഴിവാക്കി പോവാൻ. അപ്പൊ ഭർത്താവ് ചോദിക്കാൻ, ഒന്ന് പോയില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? പോയില്ലെങ്കിൽ ഓലെന്താ വിചാരിക്കുക? ഓല് വിചാരിക്കുന്നത് കൊണ്ടാ പോകുന്നത്. ആ ഇബാദത്ത് പോയി അല്ലേ, ആ പെട്രോൾ അടിച്ചത് വെറുതെ ആയി പോയി. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ പറയാണ്, സ്വഹാബാ, ദജ്ജാലിലേറെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അശ്ശിർകുൽ അസ്ഗർ, ഈ ചെറിയ ബഹുദൈവാരാധനയാണ്. എന്ന് പറഞ്ഞാൽ ലോകരെ കാണിക്കാൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് ബാത്തിലായി പോകും, അത് വെറുതെയായി പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതെന്റെ ഉമ്മത്തിന്റെ ആദ്യകാലത്ത് ഉണ്ടാവില്ല. അത് റസൂലുള്ള ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന് ആദ്യകാലത്ത് ഇത് ഉണ്ടാവില്ല, അത് അവസാനേ വരുള്ളൂ. എന്താ വരാനുള്ളത്? ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി ഫീ ആഖിരി സമാനിഹാ, എന്റെ ഉമ്മത്തിന്റെ അവസാന കാലത്ത് വരാനുള്ളതിൽ ഞാൻ പേടിക്കുന്നതിൽ പെട്ടതാണ് നക്ഷത്രങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന കുറെ ആളുകൾ വരും, നക്ഷത്ര രാശിക്കാർ വരും. കൈനോക്കാൻ പോകുന്ന, അല്ലെങ്കിൽ കൈനോട്ടം കൊണ്ട് വിശ്വസിക്കുന്ന, രാശികളിൽ വിശ്വസിക്കുന്ന കുറെ മുസ്ലിമീങ്ങൾ ലോകത്തുണ്ടാകും. എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ നക്ഷത്രക്കൊട്ട കൊണ്ട് വിശ്വസിക്കാൻ തുടങ്ങും അല്ലേ. ഒരിക്കൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര ഇങ്ങനെ പോകുമ്പോഴാണ് പാതിരാക്ക് വല്ലാതെ മഴ പെയ്തപ്പോ അന്ന് സുബ്ഹി നിസ്കാരത്തിന് നബി തങ്ങൾ പറഞ്ഞു, ഇന്നലെ രാത്രി മഴ പെയ്തല്ലോ. ഇന്നലെ രാത്രി മഴ പെയ്തപ്പോൾ ആരൊക്കെയാണോ ആ മഴ പെയ്തത് അല്ലാഹുവിന്റെ കാരണം കൊണ്ടാണ് എന്ന് വിശ്വസിച്ചതാരാണോ അവരാണ് മുഅ്മിനീങ്ങൾ. ആരാണോ നക്ഷത്രം ഉദിച്ചത് കൊണ്ടാണ് മഴ പെയ്തതെന്ന് പറഞ്ഞത് അവരൊക്കെ അമുസ്ലിമീങ്ങളായി പോയി, അവര് അല്ലാഹുവിനെ കൊണ്ട് അവിശ്വസിച്ചവരായി പോയിട്ടുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു അല്ലേ. നമ്മൾ അടയാളങ്ങളിൽ വിശ്വസിക്കുകയാണ്. പടച്ചവനെ, നമ്മൾ രാശികളിൽ വിശ്വസിക്കാൻ തുടങ്ങി, നക്ഷത്രങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങി, കൈനോട്ടം തുടങ്ങി, ജ്യോത്സ്യപ്പണി തുടങ്ങി. അവർക്ക് തന്നെ ഒരു വിശ്വാസമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ബക്കറ്റുമായി നമ്മുടെ സഹോദരങ്ങൾ നിങ്ങളെ സമീപിക്കുന്നുണ്ട്. നല്ലൊരു രൂപത്തിൽ അതിനെ സഹായിക്കണം, അതുമായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ.
ഒരുപാട് ബലാകൾ മുസീബത്തുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. ഈ പനിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്. എല്ലാവരും അതൊരു നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് അതിലേക്ക് സംഭാവന ചെയ്ത് ആ രോഗങ്ങളൊക്കെ ശിഫയായി മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നിയ്യത്ത് ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈ വേദിയുടെയും പരിശുദ്ധമായ റമദാനിന്റെയും ബറക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക. റസൂലുള്ളാഹി പറയാണ്, ഈ ഉമ്മത്തിന്റെ അവസാന കാലത്ത് ഞാൻ പേടിക്കുന്ന കാര്യം അന്നുജൂം, നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ വരും. പിന്നെ നബി തങ്ങൾ പറഞ്ഞു തക്ദീബുൽ ഖദർ, അല്ലാഹുവിന്റെ ഖദറിനെ കളവാക്കാൻ തുടങ്ങും, അല്ലാഹുവിന്റെ വിധിയെ കളവാക്കാൻ തുടങ്ങും. അതൊക്കെ പടച്ചോന്റെ വിധിയാണ്, അതൊന്നുമല്ല ഓൻ ചെയ്തിട്ടാണ്, അല്ലേ? അത് പടച്ചോന്റെ വിധി കൊണ്ടാണടി, അത് ക്ഷമിക്കുക അല്ല, അത് മറ്റോടത്തുനിന്ന് ചെയ്തിട്ടാണ്, അത് സിഹിർ തന്നെയാണ്, അത് മറ്റേതാണെന്ന് ഖദർ പൂർണ്ണമായി അങ്ങോട്ട് നിഷേധിക്കുന്ന ഒരു കാലം വരും. സുൽത്താൻ, ഭരണാധികാരികളുടെ അക്രമം വരും. 3 കാര്യങ്ങളാ നബി തങ്ങൾ പറഞ്ഞത്. 2 കാര്യം നമ്മളുമായി വളരെയേറെ ബന്ധപ്പെട്ടതാണ്. ഒന്ന് അന്നുജൂം, നക്ഷത്രരാശിയിലുള്ള വിശ്വാസം വരലാ നമുക്ക്. രണ്ടാമത്തത് വതക്ദീബുൽ ഖദർ, അല്ലാഹുവിന്റെ ഖലാ കൊണ്ട്, അല്ലാഹുവിന്റെ വിധി കൊണ്ട്, അല്ലാഹു കണക്കാക്കിയ, അല്ലാഹുവിന്റെ നിശ്ചയിച്ച ഖദറുകളെ കൊണ്ട് കളവാക്കൽ. അത് രണ്ടും നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഈ ലക്ഷണങ്ങളെ അന്വേഷിച്ചു പോവുക എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ലാ അദ്വാ വലാ തുറത വലാ ഹാമത വലാ സഫർ. ലാ അദ്വാ, ഇങ്ങനെ പകർച്ചവ്യാധികൾ അല്ലാഹുവിന്റെ അനുവാദം കൊണ്ടല്ലാതെ മറ്റൊരാളിലേക്ക് ഒരു അസുഖവും പകരുകയില്ല. ലാ അദ്വാ, ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വിശ്വാസമാണിത്. ലാ അദ്വാ, അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ ഒരു രോഗവും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. വലാ തീറത്ത, പക്ഷികളെ കൊണ്ട് ലക്ഷണം നോക്കാൻ പാടില്ല. വലാ ഹാമത്ത, മൂങ്ങകളെ കൊണ്ട് ലക്ഷണം നോക്കാൻ പാടില്ല. വലാ സഫറ, ദിവസങ്ങൾ വെച്ച് ലക്ഷണം നോക്കാനും പാടില്ല. അല്ലേ പടച്ചവനെ, ചൊവ്വാഴ്ചയൊക്കെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ അത് ചൊവ്വില്ലാത്ത ദിവസം എന്നാ മനുഷ്യന്മാര് പറയാം. ചൊവ്വുള്ള ദിവസമാക്കി എന്താ പ്രശ്നം? ഈ ചൊവ്വാഴ്ച ചൊവ്വില്ലാത്ത ദിവസമായത് എങ്ങനെ? ചൊവ്വുള്ള ദിവസമാക്കിയാ പോരെ? അങ്ങനെ ഓരോ ദിവസങ്ങളെ കൊണ്ട് അതൊന്നും ഇസ്ലാമിൻ്റെതായ അടിസ്ഥാനമല്ല. മഹാന്മാരായ ഇമാമുമാർ പറയാറുണ്ടായിരുന്നു, സുബ്ഹി നിസ്കരിച്ച ആൾക്ക് എന്ത് നഹ്സാനുള്ളത് എന്ന് പോലും പറയാറുണ്ട്. സുബ്ഹി നിസ്കരിച്ചുകൊണ്ട് കർമ്മം തുടങ്ങുകയാണെങ്കിൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സ്വല്ലൽ ഫജ്ർ, ആരെങ്കിലും സുബ്ഹി നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അന്ന് സൂര്യനസ്തമിക്കുന്നത് വരെ അന്നത്തെ ദിവസം മുഴുവൻ അയാൾ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. പിന്നെ എന്തേ അയാൾക്ക് അങ്ങനെ ലക്ഷണം നോക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളില്ല. അദ്വാ വലാ തീറത വലാ ഹാമത വലാ സഫറ, അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും നമ്മളിൽ വരാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ച കാര്യം എന്താണെന്നറിയുമോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി, 4ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇനി എനിക്ക് പേടിയുള്ളത് എന്റെ ഉമ്മത്തിലെ പുരുഷന്മാരെയാണ്. നബി തങ്ങൾ പറഞ്ഞു, മാ തറക്തു ബഅദി ഫിത്നതൻ അളറ അലൽ റിജാൽ, എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വലിയ ഫിത്ന ലോകത്തിട്ടേച്ചിട്ടാ ഞാൻ പോകുന്നത്. അതെന്താണെന്നറിയുമോ? അന്നിസാ, സ്ത്രീകളാണ്, സഹോദരിമാരാണ്. സഹോദരിമാരെന്ന ഫിത്ന കൺമുമ്പിലുണ്ടായിരിക്കെ ഈമാനോടുകൂടെ ജീവിക്കാൻ കഴിയുന്ന ആളുകൾ വളരെ ചുരുക്കമായി കുറഞ്ഞു പോകും അവസാനത്തെ കാലത്തെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ, മഹാനായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ഉദ്ധരിക്കപ്പെടുന്നുണ്ടല്ലോ. എല്ലാ അമ്പിയാക്കന്മാരെയും അല്ലാഹു പരീക്ഷിച്ചത്, ഒരുപാട് അമ്പിയാക്കന്മാരെ അല്ലാഹു പരീക്ഷിച്ചു.
പരീക്ഷിച്ചത് സുന്ദരികളായ പെൺകുട്ടികളെ കൊണ്ടായിരുന്നു എന്ന് മാത്രമല്ലല്ലോ, ഇസ്ലാമിന്റെ ഒന്നാമത്തെ സൈന്യമായിരുന്ന, ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട സൈന്യമായിരുന്ന ബനൂ ഇസ്രായേലിലെ മൂസാ നബിയുടെ സൈന്യത്തെ അല്ലാഹു പരാജയപ്പെടുത്തി കളഞ്ഞത് പെൺകുട്ടികളായ സുന്ദരികളായ തരുണീമണികളെ അവർക്കിടയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഈമാനിക ആവശ്യത്തോടുകൂടെ വന്നിരുന്ന സൈന്യം പെട്ടെന്നങ്ങ് തകർന്നു പോകുന്നത് കണ്ടു എന്ന് മാത്രമല്ലല്ലോ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ ഏറ്റവും കൂടുതൽ വിശകലനം ചെയ്ത് പഠനം നടത്തിയ ആളാണല്ലോ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഐസ ശൈത്താനു മിൻ നബിയിൻ ഖത്തു, ഒരു പ്രവാചകനോടും പിശാചിന് ഒരിക്കൽ പോലും പിശാച് നിരാശനായിട്ടില്ല ഒരു നബിയിൽ നിന്നും. ഇല്ലാ അതാഹു മിൻ ഖിബലിൻ നിസാ, ഒരു പ്രവാചകനെ വഴി പിഴപ്പിക്കാൻ, ഒരു പ്രവാചകനെ വഴി തെറ്റിക്കണം എന്ന് ഇബ്ലീസ് വിചാരിച്ചാൽ മറ്റൊരു വഴിയും നടക്കില്ല എന്നവനറിയാം. ഒറ്റ മാർഗമേ അവന്റെ മുമ്പിലുണ്ടാവൂ, ആ മാർഗം അന്നിസാ, പെൺകുട്ടികളിലൂടെയാണ്, സുന്ദരികളായ പെണ്ണുങ്ങളിലൂടെയാണ് അവൻ നടപ്പിലാക്കിയതെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. 89 വയസ്സായിരിക്കുമ്പോ 89 വയസ്സുണ്ട് അന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു കണ്ണിന്റെ കാഴ്ച പോയിട്ടുമുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ രോഗശയ്യയിൽ കിടക്കുമ്പോ അവിടുന്ന് പറയുന്നുണ്ട്, വമാ ശൈഉൻ അഖ്വഫു ഇൻദി മിനൻ നിസാ, ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്, 89 വയസ്സ് പ്രായമായിട്ടുണ്ട്. അദ്ദേഹം രോഗശയ്യയിൽ ഇങ്ങനെ കിടക്കുമ്പോ പറയുകയാണ്, ഞാൻ പേടിക്കുന്ന ഏറ്റവും വലിയ പേടിക്കുന്ന കാര്യം എന്താണെന്നറിയുമോ? ഇന്നും എനിക്ക് ഏറ്റവും വലിയ പേടി സ്ത്രീകളെയാണ്, പെണ്ണുങ്ങളെയാണ്, സഹോദരിമാരെയാണ്, സുന്ദരികളെയായി ഒരുങ്ങിയിറങ്ങുന്ന പെണ്ണുങ്ങളെ എനിക്ക് പേടിയാണെന്ന് 89ാമത്തെ വയസ്സിലും ഒരു കണ്ണിന്റെ കാഴ്ച പോയി കിടക്കുമ്പോഴും മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം, ഉറക്കെ ഒന്ന്, സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ ഇബ്ലീസിന് നന്നാവാൻ ഒരു അവസരം കൊടുത്തൂടെ എന്ന്. അപ്പൊ അല്ലാഹു പറഞ്ഞു, മൂസാ അവന് നന്നാവാൻ ഞാൻ അവസരം കൊടുക്കാമല്ലോ. അപ്പൊ മൂസാ നബിക്ക് വലിയ സന്തോഷായി. ഇബ്ലീസ് അങ്ങ് നന്നായി കിട്ടിയാ പിന്നെ നാട്ടുകാർ മുഴുവൻ നന്നാവുമല്ലോ, ഒരാളും കേടുവന്നു പോകില്ലല്ലോ, ഒരാളും വഴിപിഴപ്പിക്കപ്പെടുകയില്ലല്ലോ. പടച്ചവനെ അല്ലാഹുവേ, എങ്ങനെയാണ് ഇബ്ലീസിന് നന്നാവാനുള്ള തൗബ എങ്ങനെയാണ്? അപ്പൊ അല്ലാഹു പറഞ്ഞു, മൂസാ ഞാൻ ഇബ്ലീസിനോട് ആദമിന് ജീവനുണ്ടായിരിക്കെ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അവനത് ചെയ്തില്ല. പകരം മരിച്ചു കിടക്കുന്ന ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ മുമ്പിൽ ചെന്നൊന്ന് സുജൂദ് ചെയ്യാൻ പറയാവനോട്. മൂസാ നബി ഇബ്ലീസിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇബ്ലീസുല്ലൈൻ, എടാ നിനക്കെന്ന് നന്നാവാൻ ആഗ്രഹമില്ലേ? മൂസാ ഞാൻ നന്നാവാൻ റെഡിയാണല്ലോ, എങ്കിൽ ആദം നബിയുടെ ഖബറിന്റെ മുമ്പിൽ നിനക്കൊന്ന് സുജൂദ് ചെയ്തുകൂടെ? അപ്പോഴാണ് അവൻ പറഞ്ഞത്, ജീവനുണ്ടായിരിക്കെ തന്നെ ആദമിന് സുജൂദ് ചെയ്യാൻ എനിക്ക് മടിയാൻ. എന്നിട്ട് ശവമായി കിടക്കുന്ന ആദമിന്റെ ഖബറിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാനാണോ എന്നോട് പറയുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു മൂസാ നബിയോട്, ഏതിരുന്നാലും എന്നെ ഒന്ന് നന്നാക്കാൻ നിങ്ങൾ തീരുമാനിച്ചതല്ലേ, ഞാനൊന്ന് നന്നാവട്ടെ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചല്ലോ. അതുകൊണ്ടൊരു 3 കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഒരു 3 ഫായിദകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഒരു 3 പാഠം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ പാഠം, ഇദാ ഗളിബത, നിങ്ങൾക്ക് വല്ലാതെ ദേഷ്യം വരുമല്ലോ അല്ലേ? വീട്ടിൽ ചിലപ്പോ ഭയങ്കരമായ ദേഷ്യം വന്ന കയ്യിൽ കിട്ടുന്നതെല്ലാം തല്ലിപ്പൊട്ടിക്കാൻ തോന്നും, കണ്ണിൽ കാണുന്നവരെല്ലാം അടിക്കാൻ തോന്നും, എല്ലാം അടിച്ചു തകർക്കാൻ തോന്നും. ഇങ്ങനെ ദേഷ്യം വരുമ്പോ ഫദ്കുർനി, നിങ്ങൾ എന്നെ ഓർക്കണം കേട്ടോ.
എന്നെ ഓർക്കണം. ഇബ്ലീസ് പറയാണ്, മൂസ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോ എന്നെ ഓർത്തോളൂ. കാരണം എന്താണെന്നറിയോ? കാരണം ദേഷ്യം വന്നാൽ പിന്നെ വർക്ക് ചെയ്യുന്നവൻ ഞാനാണ്. ഇതൊരു പാഠമാണ് മൂസ, നിങ്ങൾ പഠിച്ചോ. രണ്ടാമത്തെ പാഠം മൂസ നബിയെ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം ഇതാണ്. ഇദാ അതൈത ഇംറഅതൻ അജ്നബിയ, നിങ്ങളൊരു അന്യ പെണ്ണിനെ കണ്ടാൽ, നിങ്ങളൊരു അന്യ സ്ത്രീയെ കണ്ടാൽ, നിങ്ങൾ അവളുടെ അടുത്തിരുന്നാൽ പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട. ഫഅന വഹയ്യുക ദൂനഹാ, നിങ്ങൾക്കിടയിലും അവൾക്കിടയിലുമുള്ള മെസ്സഞ്ചർ ഞാനാണ്. മെസ്സേജ് അയക്കുന്നത് ഞാനാണ്, അത് റിസീവ് ചെയ്യുന്നതും ഞാനാണ്, നിങ്ങളെ ബന്ധത്തിലാക്കി തരുന്നത് ഞാനാണ്. അവളെ നിങ്ങൾക്ക് വളച്ചു തരേണ്ട ഉത്തരവാദിത്വം ഞാൻ ഏറ്റു, നിങ്ങൾ അങ്ങോട്ട് വളക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ ഏറ്റു. ഒരു അന്യ പെണ്ണിനോട് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടോ? അപ്പൊ ഓർത്തോളൂ, ഞാൻ അവിടെ കളിക്കുന്നുണ്ട് എന്ന് ഇബ്ലീസുൽ ലഈൻ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മാ തറക്തു ബഅദി ഫിത്നതൻ അളറ അലൽ റിജാൽ, എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഏറ്റവും വലിയ ഫിത്ന ലോകത്ത് ഞാൻ ഇട്ടേച്ചു പോകുന്നത് എന്താണെന്നറിയുമോ? അവരുടെ സാഹചര്യങ്ങളെയല്ല, അവരുടെ മറ്റു പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നബി തങ്ങൾ പറയുകയാണ്, മിനൻ നിസാ, അല്ലാഹുവേ വടിയരികിൽ നിന്നും അല്ലാത്തപ്പോഴിൽ നിന്നും എല്ലായിടത്തു നിന്നും സ്ത്രീകളെ കൊണ്ട് പരീക്ഷിക്കപ്പെടല, സ്ത്രീകളെ കൊണ്ടങ്ങ് പരീക്ഷിക്കപ്പെടലാണ് ഈ ഉമ്മത്ത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് ഷോപ്പിംഗ് മാളുകളിൽ കയറിയിറങ്ങാൻ പറ്റുമോ? ടെക്സ്റ്റൈൽസിൽ കയറിയിറങ്ങാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു റീചാർജ് ചെയ്യാനുള്ള മൊബൈൽ ഷോപ്പിൽ പോലും ഇവരെ ഈ പെൺകുട്ടികൾ കയറിയിരിക്കാൻ തുടങ്ങി. അതുതന്നെ വലിയ മുതലാളിമാരത് വലിയ ബിസിനസിന്റെ മാർഗമായി കാണാൻ തുടങ്ങി. പെണ്ണിന്റെ ഔറത്ത് കച്ചവടം ചെയ്യപ്പെടുന്ന കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പടച്ചവനെ, അങ്ങാടിയിലേക്കൊക്കെ ഇറങ്ങിയാൽ വല്ല നഴ്സറി വിട്ടിറങ്ങി വരുന്നത് പോലെയാ. 8 മണിയാകുമ്പോഴേക്ക് 9 മണിയാകുമ്പോഴേക്ക് ഒരു ബസ് നിറയെ ഒരേ വേഷം ധരിച്ച പെണ്ണുങ്ങൾ ഒന്നിച്ചിങ്ങോട്ട് ഇറങ്ങി വരിക. നോക്കുമ്പോ വലിയ വലിയ ഹാജിയാമാര് നേതൃത്വം നൽകുന്ന വലിയ ജില്ലകളിലെ ഉന്നതമായ ടെക്സ്റ്റൈൽസുകളിലേക്കുള്ള സൈൽസ് ഗേളുകളാണ് ഇറങ്ങിപ്പോകുന്നത്, വെൽക്കം ഗേളുകളാണ് ഇറങ്ങിപ്പോകുന്നത്. സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന പെൺകുട്ടികൾ, പടച്ചവനെ, അവരൊരു അരമണിക്കൂർ നേരം പിന്നെ ടെക്സ്റ്റൈൽസിന്റെ ഉള്ളിൽ ഇവരങ്ങ് കയറിയാൽ പിന്നെ ഒരു അരമണിക്കൂർ നേരം ഇവരുടെ മേക്കപ്പാണ്. ആ മേക്കപ്പ് അങ്ങ് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏത് കറുത്തവളും സുന്ദരികളായി പുറത്തു വന്നിട്ട് ഈ കയറി വരുന്ന ആളുകളെ മുഴുവൻ സ്വീകരിക്കാൻ, അല്ലേ, അവരെ മുഴുവൻ വശീകരിക്കാൻ, അവരുടെ മുഴുവൻ നോട്ടങ്ങളെ വശീകരിക്കാൻ, അവരുടെ മുഴുവൻ ആരാധനാ നിമഗ്നമായ ഹൃദയങ്ങളിൽ നിന്ന് ഈമാനെന്ന് ഇഖ്തിലാസ് ചെയ്താൽ ഊരിക്കളയാൻ മാത്രം ഈ സ്ത്രീകളുടെ സൗന്ദര്യത്തിന് സാധിക്കുമെന്ന് അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടണമെന്ന് പുരുഷന്മാരോട് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക്, നിങ്ങൾ മഹാനായ നബി തങ്ങളല്ലേ ഈ പറയുന്നത്, വമാ ശൈഉൻ അഖ്വഫു ഇൻദി മിനൻ നിസാ, പെണ്ണുങ്ങളെ ഞാൻ വല്ലാതെ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നുണ്ട്. ഇന്ന മിമ്മാ അഖ്ശാലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നതിൽ പെട്ടതാണ് ശഹവാത്തുൽ ഗയ്യി ഫീ ബുതൂനിക്കും വഫുറൂജിക്കും, വയറ് നിറക്കാനും പിന്നെയോ ഗുഹ്യത്തിന്റെ നിങ്ങളുടെ ലൈംഗിക ആവശ്യം നിർവഹിക്കാനും നിങ്ങൾ വഴിപിഴച്ചു പോകുന്ന 2 മാർഗങ്ങളെ എനിക്ക് വല്ലാത്ത പേടിയുണ്ട്. വയറ് നിറക്കാൻ, എന്തെങ്കിലും കഴിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഹറാമായ വഴി സ്വീകരിക്കുന്നത് എനിക്ക് പേടിയാണ്. നിങ്ങൾ ലൈംഗികമായ താല്പര്യം തീർക്കാനും നിങ്ങൾ ഹറാമായ വഴി സ്വീകരിക്കുന്നത് ഞാൻ വല്ലാതെ പേടിക്കുന്നുണ്ട്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താണ്? 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 8ാമത്തെ കാര്യത്തിലേക്ക് കടന്നു വരികയാണ്. ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ ദിറാൻ ബിദിറാ
ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉമ്മത്തിൽ ഞാൻ പേടിക്കുന്ന ഒരു കാര്യം എന്താ? നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളെ അനുധാവനം ചെയ്യാൻ ശ്രമിക്കും. ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകളെ നിങ്ങൾ അനുധാവനം ചെയ്യാൻ ശ്രമിക്കും. ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാഅ, മുഴത്തിനു മുഴമായി ചാണിനു ചാണായി നിങ്ങൾ അവരെ പിന്തുടരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് ഈ മുൻഗാമികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അൽ യഹൂദ വൻ നസാറ, ജൂതന്മാരെയാണോ ക്രിസ്ത്യാനികളെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫമൻ, ജൂതനും ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ പിന്നെ ആരെയാ നിങ്ങൾ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുക? നബി തങ്ങൾ പറയുകയാണ്, എന്റെ ഉമ്മത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പടച്ചവനെ ഈ ഉമ്മത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ജൂത ക്രൈസ്തവരെ പിന്തുടരുന്ന ഒരവസ്ഥ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നോക്കൂ നിങ്ങൾ, ഒട്ടുമുക്കാൽ നമ്മുടെ കുട്ടികളുടെ തലയിലെ മുടിയുടെ ഷൈപ്പ് കണ്ടാ പോരെ, എന്താ പിഞ്ചോമന മക്കളുടെ മുടി വെട്ടിക്കാൻ ഉമ്മമാര് ബാർബർ ഷോപ്പിൽ കയറി വരുന്നുണ്ട്, സലൂണുകളിൽ കയറി വരുന്നത് ഉമ്മമാരുണ്ട്. പടച്ചവനെ, എന്നിട്ടത് വെട്ടിക്കേണ്ട കോലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാരുടെ ഫാഷന്? അത് ഇസ്ലാമിന്റെ കോലമാണോ? അതാണോ പിഞ്ചോമന മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ ഒരു കുഞ്ഞുമോനെ കണ്ടപ്പോ അവന്റെ തലയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ മുടി നിർത്തിയത് കണ്ടപ്പോഴാണ് ആ കുഞ്ഞുമോന്റെ തല ഇങ്ങനെ പിടിച്ചിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞത്, സ്വഹാബാ, ഇത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. ഇഹ്ലിഖൂ കുല്ലഹു, ഒന്നുകിൽ നിങ്ങൾ ഇത് മുഴുവൻ അങ്ങ് വടിച്ചു കളഞ്ഞേക്ക്, അല്ലെങ്കിൽ അല്ലെങ്കിൽ മുഴുവൻ ഒരുപോലെ വെട്ടുകയാ ചെയ്യേണ്ടത്. ഇങ്ങനെ പകുതി വടിച്ച് പകുതി വെട്ടുന്നത് ഇസ്ലാമിന്റെ ശീലമല്ല എന്ന് പറഞ്ഞയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലിയാണോ ഇന്ന് നമ്മുടെ മക്കൾക്കുള്ളത്? അല്ലല്ലോ. പേരമക്കളെ കൊണ്ട് വല്യമ്മമാര് ഈ ബാർബർ ഷോപ്പിൽ വരാറുണ്ട്. എന്നിട്ട് അങ്ങ് കൊടുത്തിട്ട് പറയുന്ന കട്ടിന്റെ പേരെന്താണ്? എനിക്കറിഞ്ഞുകൂടെ, നിങ്ങൾക്കറിയാമല്ലോ. പല രൂപത്തിലാണല്ലോ നമ്മുടെ കുട്ടികളുടെ തലയിലെ മുടിയുടെ ഇരിപ്പ്. പോട്ടെ, അത് വേണ്ട, വസ്ത്രധാരണം എങ്ങനെയാ? ചെറുപ്പത്തിലെ പെൺമക്കളെ ധരിപ്പിക്കുന്ന വസ്ത്രത്തിന്റെ കോലം എങ്ങനെയാ? സത്യത്തിൽ വസ്ത്രം ധരിക്കേണ്ടതാരാ? വലിയ 40ഉം 45ഉം വയസ്സായ വല്യമ്മമാർ, അല്ലെങ്കിൽ വയസ്സായി കഴിഞ്ഞ മധ്യവയസ്കരായ സ്ത്രീകൾ ഇങ്ങനെ ഹിജാബ് മുഴുവൻ ധരിച്ചു നടക്കും. അതുകൊണ്ട് എന്തുണ്ട് കാര്യം? അവരിലല്ലല്ലോ ഇവിടെ വികാരത്തിന്റെ പ്രശ്നം നടക്കുന്നത്, അവിടെയല്ലല്ലോ. സുന്ദരികളായ 20ഉം 24ഉം 25ഉം വയസ്സുള്ള ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങൾ അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കുമ്പോ അതേ ഉമ്മ ബുർക്കയൊക്കെ ഇട്ട് നിക്കാബൊക്കെ ഇട്ട് ഉമ്മ നടക്കുമ്പോൾ അപ്പുറത്ത് സ്വന്തം കൈപിടിച്ച് നടക്കുന്നത് സ്വന്തം മോളാണ്. ശരിയായ രൂപത്തിൽ വസ്ത്രം ധരിച്ചിട്ടില്ല. അത് ചിന്തിക്കാനുള്ള ഒരു പവറിലേക്ക് ഉമ്മ ഉയരാത്തത് എന്തുകൊണ്ടാണ്? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സയകൂനു ഫീ ആഖിരിസ് സമാനി റിജാൽ, ഈ ഉമ്മത്തിന്റെ അവസാനത്തിൽ ചില പുരുഷന്മാര് വരാനുണ്ട്. ഈ ഉമ്മത്തിന്റെ അവസാനമാകുമ്പോൾ ചില പുരുഷന്മാര് വരാനുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അവരുടെ വാഹനങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്. വലിയ വാഹനങ്ങളിലാണ് അവർ സഞ്ചരിക്കുന്നത്. യൻസിലൂന അലാ അബ്വാബിൽ മസാജിദ്, അവർ വന്നിറങ്ങുന്നത് പള്ളികളുടെ ഗേറ്റുകളുടെ മുമ്പിലാണ്. വലിയ വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത്, അതല്ല പ്രശ്നം. പള്ളികളുടെ മുമ്പിലാണ് അവർ വന്നിറങ്ങുന്നത്, അതുമല്ല പ്രശ്നം. പിന്നെയോ പള്ളിയുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന വാഹനങ്ങൾ, വലിയ വാഹനങ്ങളിലാണ് അവർ സഞ്ചരിക്കുന്നത്. എന്നിട്ട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ വലിയ വലിയ പുരുഷന്മാരായ ആളുകൾ വലിയ വാഹനത്തിൽ വന്നുകൊണ്ട് പള്ളികളുടെ മുമ്പിൽ വാഹനം നിർത്തിയിട്ട് അവർ പള്ളിയിലേക്ക് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ആ വാഹനത്തിൽ നിന്ന് പിന്നെ ഇറങ്ങി വരുന്നതാരാണ്? റസൂലുള്ളാഹി പറയാണ്, നിസാഉഹുൻ സയകൂനു ഫീ ആഖിരി ഉമ്മതി റിജാലുൻ യർകബൂന അലാ സുറൂജിൻ കഅശ്ബാഹിർ റിഹാൽ.
ഒട്ടകക്കട്ടിലുകൾക്ക് സമാനമായ ഉയർന്നു നിൽക്കുന്ന വാഹനങ്ങളിലെ അവർ സഞ്ചരിക്കുകയുള്ളൂ. അങ്ങനെ അവർ സഞ്ചരിച്ചു വന്നിട്ട് പള്ളികളുടെ മുമ്പിൽ വന്നിട്ട് അവർ വാഹനം ഇറങ്ങുന്നത്. നിസാഉഹും, ആ വാഹനത്തിൽ നിന്ന് അവരോടുകൂടെ ഇറങ്ങുന്നതാരാണ്? നിസാഉഹും, അവരെ പെണ്ണുങ്ങൾ, കാസിയാത്തുൻ നാരിയാത്തുൻ അലാ റൂസിഹിം കഅസ്നിമത്തിൽ ബുഖ്ത് ഇൽഅനൂഹുന്ന ഫഇന്നഹുന്ന മൽഊനാ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വലിയ വലിയ ഹാജിയാക്കന്മാർ, വലിയ വലിയ ആളുകളാണവർ. പള്ളിയുടെ മുമ്പിൽ വാഹനത്തിൽ വന്നിറങ്ങുമ്പോ വിചാരിക്കും ഇവർ വലിയ ഇബാദത്തുള്ളവരാണ്. അവരങ്ങനെ പള്ളിയിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നാൽ ആ വാഹനത്തിൽ നിന്ന് പിന്നെ ഇറങ്ങുന്നത് അവരുടെ പെണ്ണുങ്ങളാണ്. അവരുടെ പെണ്ണുങ്ങളുടെ കോലം എന്താണെന്നറിയോ? നിസാഹും, അവരുടെ പെണ്ണുങ്ങൾ, കാസിയാത്തുൻ, വസ്ത്രം ഉടുത്തിട്ടുണ്ട്, ആരിയാത്തുൻ എന്നാ ഉടുത്തിട്ടില്ല. അങ്ങനെയുള്ള കോലത്തിലെ ആ പെണ്ണുങ്ങൾ. വാപ്പ വലിയ നിസ്കാരക്കാരനാണ്, പക്ഷെ വീട്ടിലെ പെണ്ണുങ്ങളെ വാപ്പ നോക്കൂല്ല. റസൂലുള്ള പറയാണ്, ഖിയാമത്തിന്റെ പ്രകടമായ അടയാളമാണിത്. വാപ്പ ഭയങ്കര നിസ്കാരക്കാരനാണ്, 5 വക്ത് നിസ്കാരത്തിന് പള്ളി പോകുന്ന ആളാണ്, എല്ലാ കാര്യങ്ങളും നല്ല പോലെ നിർവഹിക്കുന്നയാളാണ്. നിസ്കാരത്തിന് നിസ്കാരമുണ്ട്, നോമ്പിന് നോമ്പുണ്ട്, സ്വതക്ക കൊടുക്കുന്നയാളാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തെ നല്ല പോലെ ബഹുമാനിക്കുന്നയാളാണ്. എല്ലാം ശരി. പക്ഷേ ഈ വാപ്പാന്റെ മക്കൾ എങ്ങനെയാണ്? പെൺമക്കൾ എങ്ങനെയാണ്? ഭാര്യമാരെങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, നിസാഉൻ കാസിയാത്ത്. അവര് പുറത്തിറങ്ങിയാൽ അവരെ കാണാൻ കഴിഞ്ഞൂടാ. അവരുടെ ശരീരം മുഴുവൻ പുറത്താണ്, ഭംഗി മുഴുവൻ പുറത്താണ്. അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഇവരാളുകളെ മതിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. അത് നോക്കാൻ ഈ വാപ്പമാർക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു കാലം വരുന്നത് ഞാൻ ഭയപ്പെടുന്നുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ മുന്നറിയിപ്പ് നൽകുകയാണ്. വരട്ടെ, ഞാൻ 8ാമത്തെ കാര്യം പറഞ്ഞു വെച്ചു. 9ാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പേടിക്കുന്ന കാര്യം, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും. റസൂലുള്ള പറയാണ്, ഞാൻ പേടിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം റജുലുൻ, ഒരു പുരുഷനെയാണ്, ഖറഅൽ ഖുർആൻ, അവൻ ഒരു ദിവസം പ്രത്യേകം ഖുർആനിന്റെ ആളായി മാറുന്നു. നമ്മൾ ചുറ്റുഭാഗത്തേക്കൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വലിയ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ട ഒരു ഭാഗമാണിത്. എന്താണ്? റസൂലുള്ള പറയാണ്, ഞാൻ വല്ലാതെ പേടിക്കുന്ന ഒരു കാര്യം എന്താണ്? അൽബാനി പോലും സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ് കേട്ടോ. ഞാൻ വല്ലാതെ പേടിക്കുന്ന ഒരു കാര്യം എന്താണ്? റജുലുൻ ഖറഅൽ ഖുർആൻ, ഖുർആൻ ഓതാൻ പഠിക്കുന്ന, പെട്ടെന്ന് ഖുർആനിന്റെ ആളായി മാറുന്ന ചില ആളുകൾ. ഹത്താ ഇദാ റുഇയത്, അങ്ങനെ അവന്റെ മേൽ ആ ഖുർആനിന്റെ അടയാളങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയാൽ ഒരുപാട് ആളുകൾ അവന്റെ കൂടെ അങ്ങ് കൂടും. അപ്പോഴോ വസഅ അലാ നബദ വറാഅ ളുഹ്രിഹി, ഖുർആൻ അവിടെ വെച്ചു അവൻ. എന്നിട്ടോ വസഅ അലാ ജാരി ബിസൈഫ്, അയൽവാസിയെ കൊല്ലാൻ ഇറങ്ങുന്നവൻ. അതുവരെ ഖുർആനുമായിട്ടൊരു ബന്ധമില്ലാത്തവൻ പെട്ടെന്ന് ഖുർആനിന്റെ ആളായി മാറി. പിന്നെ കുറച്ചു കാലം അവൻ ഖുർആൻ കൊണ്ട് ഇങ്ങനെ ജീവിക്കും. അപ്പൊ ഒരുപാട് ആളുകൾ അവന്റെ പിന്നാലെ കൂടും, ഇവന്റെ ഖുർആൻ ഓത്തൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഇവൻ പിന്നെ അവന്റെ ലക്ഷ്യം മാറി. അവൻ പിന്നെ വാളെടുക്കാൻ പറയും, അയൽവാസിക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറയും. വറമാഹു ബിശ്ശിർക്ക്, അയൽവാസി കാഫിറാണ് എന്നവൻ ശിർക്ക് കൊണ്ട് അവനെ ആക്ഷേപിക്കുകയും ചെയ്യും. അല്ലേ? ഖുർആൻ എടുത്ത് റസൂലുള്ള പറയാണ്, എനിക്ക് പേടി ഇതാണ്, നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് ആളുകളെ ശിർക്ക് ആരോപിച്ചിട്ട് പരസ്പരം വാളെടുക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാണ്. ഖുർആൻ ഓതി തുടങ്ങും, എന്നിട്ട് ഇവന്റെ വിഷയം മാറും. ഇവൻ അയൽവാസിക്കെതിരെ വാളെടുക്കാൻ പറയും. എന്തേ പ്രശ്നം? വറമാഹു ബിശ്ശിർക്ക്, അവൻ ശിർക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. അവന്റെ വാപ്പയായിട്ട് ശിർക്കിലാണ്. എന്റെ വാപ്പ ശിർക്കിൽ മരിച്ചു പോയതാണ്, മങ്കൂസോലിതോതിയല്ലേ മരിച്ചതല്ലേ. അങ്ങനെ ശിർക്കങ്ങോട്ട് എല്ലാവർക്കും മൊത്തത്തിൽ വിതരണം ചെയ്യും. അങ്ങനെ ശിർക്കിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറയും. അങ്ങനെ എല്ലാവരുമായി സമൂഹത്തിലുള്ള നല്ല ഒരവസ്ഥ അങ്ങ് നഷ്ടപ്പെടുത്തി കളയും.
ആ സ്വഹാബി ചോദിക്കുന്നുണ്ട്, യാ നബി അല്ലാഹ്, ഞാൻ ചോദിക്കട്ടെ, അയ്യുഹുമാ ഔലാ ബിശ്ശിർക്ക്, ഈ ഖുർആൻ ഓതിയിട്ട് അയൽവാസി ശിർക്കാണ് എന്ന് പറഞ്ഞവനാണോ യഥാർത്ഥത്തിൽ മുശ്രിക്കായത്, അതോ അയൽവാസിയാണോ മുശ്രിക്കായത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബലിറാമി, അയൽവാസിയെ ശിർക്ക് കൊണ്ട് ആക്ഷേപിച്ചല്ലോ, ആ ആക്ഷേപിച്ചവനാണ് ശിർക്കിൽ പെട്ടുപോകാൻ ഏറ്റവും സാധ്യതയുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു തരികയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പറഞ്ഞു പോകട്ടെ, 9ാമത്തെ കാര്യം കഴിഞ്ഞു, 10ാമത്തതിലേക്ക്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നുണ്ട്, യന്തശിറു ദജ്ജാലുനൽ കദ്ദാബൂൻ, ഒരുപാട് കള്ളന്മാരായ ആളുകൾ രംഗപ്രവേശനം ചെയ്യലാണ്. ഖിയാമത്തിന്റെ അടയാളം പറയുന്നുണ്ട് റസൂലുള്ളാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, ലാ തഖൂമുസ്സാ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യഖ്റുജ 30 കസ്സാബൻ ദജ്ജാല, കള്ളന്മാരായ പച്ചക്കള്ളം പറയുന്ന 30ലധികം ആളുകൾ ലോകത്ത് രംഗപ്രവേശനം ചെയ്യും. പച്ചക്കള്ളം പറയുന്ന ആളുകൾ അല്ലേ? എന്നോ ഒരു കപ്പൽ യാത്ര നടത്തിയപ്പോ MH ബീഗിൾസിൽ ഒരു കപ്പൽ യാത്ര നടത്തിയത് അമേരിക്കയിലെ ഏതോ ഉപദ്വീപിലേക്ക്. അപ്പോഴാണ് ചാൾസ് ഡാർവിന് തോന്നിയത് മനുഷ്യൻ കുരങ്ങുന്നുണ്ടായതാണ്. എന്നിട്ട് അത് ലോകത്തെ മുഴുവൻ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി അയാൾ നടന്നു. അതിന് ശാസ്ത്രധാര മുഴുവൻ പിന്നാലെ കൂട്ടുകൂടി. അത് എഴുതി കൊടുക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായി. വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികൾ എന്ന് പറഞ്ഞാൽ അത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ടതേ ഇല്ല. അങ്ങനെ ഒരു ബന്ധമില്ലല്ലോ. ആദമിനെ അല്ലാഹു പടച്ചതാണ്. ആദമിന്റെ മക്കളെ മുഴുവൻ അല്ലാഹു കൊണ്ടുവന്നതാണ്. അത് ദീനിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാണ്. പിന്നെ ഈ ഉമ്മത്തിനെ വില കുറച്ച് കാണിക്കാൻ, ദീനിന്റെ ആശയത്തെ ചോദ്യം ചെയ്യാൻ, പച്ചയായ കള്ളം പറയാൻ വേണ്ടി ഇവിടെ രംഗത്ത് വന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ലോകത്ത് വരാനുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂലേറെ പേടിച്ച കാര്യമാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുകയാണ്, യഹൂദി നസാറാക്കളുടെ, ജൂതന്മാരുടെ, ക്രിസ്ത്യാനികളുടെ ആശയങ്ങളെ, ആദർശങ്ങളെ അതുപോലെ നമ്മൾ അനുധാവനം ചെയ്യുന്ന കാലം വരുന്നത് ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മേൽ കള്ളന്മാരായ ആളുകൾ കടന്നു വരുന്നത് ഞാൻ പേടിക്കുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഓരോ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അവസാനം നബി തങ്ങൾ പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എങ്ങനെയായിരുന്നാലും, എല്ലാ തിന്മയുടെ ഉപാസകന്മാർ ലോകത്ത് വന്നിരുന്നാലും, ഏതെല്ലാം തിന്മ പറയുന്ന ആളുകൾ ലോകത്ത് വന്നിരുന്നാലും, നന്മ ലോകത്ത് പറയാൻ, നന്മക്ക് വേണ്ടി നിലകൊള്ളാൻ, ഖൈറിലേക്ക് വിളിക്കാൻ, തിന്മയിൽ നിന്ന് ആളെ തടയാൻ ഒരു വിഭാഗം സൽവൃദ്ധരായ ആളുകൾ ലോകത്തുണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമുക്കൊരു സമാധാനത്തിന്റെ വാക്ക്. എന്റെ മുഅ്മിനീങ്ങളെ, നബി തങ്ങൾ പറയാണ്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഒരു കാര്യം നബി തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു, അവസാന നാളിന്റെ സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുന്നത് വരെ, സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുന്നത് വരെ ഒരു വിഭാഗം ഇവിടെ സത്യത്തിന്റെ മേൽ നിലകൊള്ളും. അത് കണ്ടെത്തലാ നമ്മുടെ ഉത്തരവാദിത്വം. റസൂലുള്ള പറഞ്ഞു, എല്ലാ പേടിക്കുന്ന കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ട് പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. പരിശുദ്ധമായി ദീനിനെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, പരിശുദ്ധമായി ദീനിനെ മുറുകെ പിടിക്കാൻ, അതിൽ വഴികാട്ടാൻ ഒരു വിഭാഗം നമ്മുടെ മുമ്പിൽ നിലകൊണ്ടുകൊണ്ടേയിരിക്കും. അവരോടുകൂടെ നമ്മൾ നിൽക്കണം. حتى يكون آخرهم حتى يقاتل آخرهم المسيح الدجال. അല്ലേ?
അതിലെ ആ സംഘത്തിലെ അവസാനത്തെ ആളായിരിക്കും ദജ്ജാലുമായി യുദ്ധം ചെയ്യുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ചു നോക്കണം. നമ്മൾ ഇവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ അവസാനത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ വൈതരണികൾ വന്നാലും എന്റെ ഉമ്മത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം അവർ സത്യത്തിന്റെ കൂടെ നിലകൊള്ളും. ഏതുവരെ അവരിൽ അവസാനത്തെയാൾ ദജ്ജാലുമായി യുദ്ധം ചെയ്യും. ആരാ ദജ്ജാലുമായി യുദ്ധം ചെയ്യുന്നത്? അത് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമാണ്. അത് അല്ലാഹു നിശ്ചയിച്ചു വെച്ച പോസ്റ്റാണ്. എന്നാൽ ഈസാ നബി കടന്നു വരുന്നത് എപ്പോഴാ? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുയുടെ ഭരണം നടത്തുമ്പോഴാ. അപ്പോഴാണ് മഹാനായ ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ മഹാനായ സയ്യിദ് ബാലവി മുല്ലക്കോയ തങ്ങൾ ഈ പതാക പിടിച്ചിട്ട് പറഞ്ഞത്, ഈ പതാകയുടെ അവസാനത്തെ വാഹകനായി ഇമാം മഹ്ദിയുടെ കയ്യിൽ ഇത് കൊണ്ടുപോയി വെക്കുമെന്ന്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഈ ഉമ്മത്തിന്റെ ഈ ഒരു ഉമ്മത്തിന് വഴികാട്ടിയായി ഏത് അല്ലലിലും ഏത് അലട്ടലിലും വഴികാട്ടാനായി ഒരു വഴികാട്ടിയായി ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകും. ആ പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ ആള് ദജ്ജാലിനോട് യുദ്ധം ചെയ്യും. ആ യുദ്ധം ചെയ്യുന്നത് ഈസൽ മസീഹാണ്. ഈസൽ മസീഹ് കടന്നു വരുന്നത് മഹാനായ ഇമാം മഹ്ദിയുടെ ഭരണം നടക്കുമ്പോഴാണ്. അപ്പോഴാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വാക്ക് നമുക്ക് ഓർമ്മ വരുന്നത്. ഈ പരിശുദ്ധമായ പതാക പിടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് ഈ പതാക അവസാനമായി ഏറ്റുവാങ്ങുന്നത് ആരാണെന്നറിയുമോ? ഇത് ഇമാം മഹ്ദിയുടെ കയ്യിൽ കൊണ്ടുപോയി വെക്കണം. അല്ലേ? ഇമാം മഹ്ദിയുടെ കയ്യിൽ ഇത് കൊണ്ടുപോയി വെക്കണം. അപ്പൊ നമ്മൾ നിലകൊള്ളുന്നത് പടച്ചവനെ ഉന്നതമായ ഒരു ആദർശത്തിന്റെ കീഴിലാണ്. ആ ഒരു വിശ്വാസത്തോടുകൂടെ ആ ഒരു ധാരയോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പേടിപ്പിച്ചറിയിച്ച കാര്യങ്ങളെല്ലാം വളരെ ബേജാറോടുകൂടെ വേദനയോടുകൂടെ തന്നെ ഭയങ്കരമായ സൂക്ഷ്മതയോടുകൂടെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ പ്രത്യേകം വസിയ്യത്ത് ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ദജ്ജാൽ എന്ന് പറയുന്നയാൾ പെട്ടെന്നൊരു ദിവസം അങ്ങ് ദജ്ജാലാണെന്ന് പറഞ്ഞ് കടന്നു വരുന്ന ഒരു രംഗപ്രവേശനം ചെയ്യുന്നയാളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാനും പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി അഖാഫു അലൈക്കും ഇന്നി ഹദ്ദസ്തുക്കും അനി ദജ്ജാൽ. ഞാൻ ദജ്ജാലിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ദജ്ജാലിനെ ഒരുപാട് കാര്യങ്ങളിൽ റസൂലുള്ളാഹി തങ്ങൾ മുന്നറിയിപ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ നൽകുന്നുണ്ട്. ലാ തഖൂമുസ്സാഅ മാകാനത്ത് ഫിത്നത്തുൻ. ഒരു ഫിത്നയും ലോകത്തുണ്ടായിട്ടില്ല. നബി തങ്ങൾ പേടിക്കുന്ന ഒരു കാര്യം, മാകാനത്ത് ഫിത്നത്തുൻ, ലോകത്തൊരു ഫിത്നയും ഉണ്ടായിട്ടില്ല. വലാ തകൂനു, ഒരു ഫിത്നയോട്ട് ഉണ്ടാവാനും പോകുന്നില്ല. ഹത്താ തഖൂമസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ. അക്ബറ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിനേക്കാൾ വലിയൊരു ഫിത്ന, ദജ്ജാൽ എന്ന ഫിത്നയേക്കാൾ വലിയൊരു ഫിത്ന ഇനി ലോകത്ത് സംഭവിക്കുകയില്ല. ഖിയാമത്ത് നാളെ സംഭവിക്കാനുമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ദജ്ജാൽ ഒരു പെട്ടെന്നൊരു ദിവസം അങ്ങ് വന്നുകൊണ്ട് ഒരു സമുദായത്തിനെ അങ്ങ് കൊന്നുകളഞ്ഞാൽ അതാകുമോ ഏറ്റവും വലിയ ഫിത്ന? ലോകത്തൊരുപാട് ഫിത്ന നടക്കുന്നില്ലേ? അതിലേറെ ഫിത്ന ദജ്ജാലിന്റെ ഫിത്നയാവണമെങ്കിൽ ഇപ്പോഴേ ആ ഫിത്ന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാ അതിന്റെ അർത്ഥം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ദജ്ജാൽ വരുമ്പോ 13,000-ഓളം ജൂതകളായ വേശ്യകളായ പെണ്ണുങ്ങളുമായിട്ട് അവൻ രംഗപ്രവേശനം ചെയ്യാ. വേശ്യകളായ പെണ്ണുങ്ങളെ കൊണ്ടല്ലേ അവൻ രംഗപ്രവേശനം ചെയ്യുന്നത്? വ്യഭിചാരിണികളല്ലേ അവന്റെ പിന്നാലെ വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സ്ത്രീകളാണത്രേ ദജ്ജാൽ വന്നു എന്നറിഞ്ഞാൽ ഓടിപ്പോകുന്നത്.
അന്ന് അത് കേട്ടാൽ ദജ്ജാൽ പുറത്തിറങ്ങി എന്നറിഞ്ഞാൽ അന്ന് പുരുഷന്മാരിൽ ആണത്വമുള്ളവരെല്ലാം കയറ് വാങ്ങിയിട്ടാണ് അങ്ങാടിയിൽ നിന്ന് പോകുന്നതെന്നാൽ എന്തിന് യർബിതു ബിഹാ സൗജതഹു വബിൻതഹു സ്വന്തം മോളയും ഭാര്യയും കെട്ടിയിടുമത്രേ. എന്തിന്? ദജ്ജാലിനെ കാണാൻ ഇറങ്ങി പോകുമ്പോ പോവല്ല എന്ന് പറഞ്ഞിട്ട് ഭർത്താക്കന്മാർ, ഈമാനുള്ള ഭർത്താക്കന്മാർ ഭാര്യമാരെയും പെൺമക്കളെയും കെട്ടിയിടാനുള്ള ഈമാൻ ഉണ്ടാകുമത്രേ. അത്രത്തോളം സ്ത്രീകളെ അവൻ വശീകരിക്കുമത്രേ. ആ ഒരു വശീകരണമാണ്, ആ ഒരു വശീകരണം നമുക്കിടയിൽ സാധ്യമാക്കിയെടുക്കുന്നുണ്ട് എന്നർത്ഥം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ മഹത്തായ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള ബഹുമാനപ്പെട്ട കൊയ്യോട് ഉസ്താദ് വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഉസ്താദിന്റെ ഉദ്ഘാടന ഭാഷണത്തിന് വേണ്ടി വേദി ഒഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതുമെല്ലാം സാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഉസ്താദിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ വേദി ഒഴിയുന്നു. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.